ആശംസിക്കുന്നു. ആരോഗ്യത്തോടെ ഡയബറ്റിസിനെ നിയന്ത്രിച്ചുകൊണ്ട്, ഒരുപക്ഷെ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭക്ഷണക്രമം നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ ശ്രീ ജെയിംസ് ജോസഫ് വെബിനാർ ഏറ്റെടുക്കുന്നതിന് ആവശ്യപ്പെടുന്നു. താങ്ക് യു ശ്രീ തോമസ് രവി. എല്ലാവർക്കും നല്ലപോലെ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇൻസുലിൻ കണ്ടുപിടിച്ച സർ ബാൻഡിങ്ങിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി ദീപാവലി. ഇന്ന് ദീപാവലിയാണ്. അതുപോലെ തന്നെ ചാച്ചാ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേയുമാണ്. ഓക്കെ, എല്ലാവർക്കും ദീപാവലിയുടെയും ചിൽഡ്രൻസ് ഡേയുടെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ മെയിൻ പർപ്പസ്, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ ജാക്ക് ഫ്രൂട്ട് 25 ഈ പച്ചച്ചക്ക, വെറുതെ പോകുന്ന പച്ചച്ചക്കയ്ക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് എന്നതിനെപ്പറ്റി പഠിച്ച്, പ്രധാനമായിട്ടും പ്രമേഹത്തിന് അതിനുള്ള ഗുണങ്ങളെപ്പറ്റി പഠിച്ചപ്പോൾ ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. പനോരമയായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം സെമിനാറുകൾ നടത്തി. നല്ല പ്രതികരണമായിരുന്നു. അതുകൊണ്ട് ഈ വേൾഡ് ഡയബറ്റീസ് ഡേക്ക് ഞങ്ങൾ നടത്തിയ പുതിയ പഠനത്തിൻ്റെ റിസൾട്ടും, അതുപോലെ തന്നെ ഇത് രോഗികളിൽ അവർക്കുണ്ടായ അനുഭവങ്ങളും, അതോടൊപ്പം തന്നെ എളുപ്പമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഈ ചക്കപ്പൊടി എങ്ങനെ ചേർക്കാം എന്നുള്ള റെസിപ്പികളും ഇന്ന് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം ഈ ചക്കപ്പൊടിയെ പറ്റിയും ഇതിനെപ്പറ്റിയുള്ള പ്രമേഹത്തിന്റെ ഗുണങ്ങളെ പറ്റിയുമുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ സെമിനാറിന്റെ മെയിൻ പർപ്പസ്. അപ്പം ഇന്ന് സർ ബാൻഡിങ്ങിന്റെ ബർത്ത്ഡേ ആയ ദിവസം ഡയബറ്റീസ് ഡേക്ക് പുതിയൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തെ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷന്റെ ആനുവൽ കോൺഫറൻസിൽ ജൂണിൽ ഷിക്കാഗോയിൽ നമ്മുടെ പച്ചച്ചക്കപ്പൊടി പ്രമേഹ രോഗികളിൽ കൊടുത്ത അതിൻ്റെ പ്രയോജനത്തെ പറ്റിയുള്ള പഠന റിപ്പോർട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ പഠനത്തെ പറ്റിയുള്ള റിസൾട്ട്സ് ആണ് ഞാൻ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ 100-ൽ പരം രോഗികൾക്ക് ചക്കയും ചക്കപ്പൊടിയും കൊടുത്ത് പ്രയോജനത്തെ പറ്റി ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം നമുക്ക് രോഗികളുടെ പ്രയോജനവും പിന്നീട് നമുക്ക് റെസിപ്പികളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഷിക്കാഗോയിൽ ഈ വർഷം നടത്തിയ പ്രസന്റേഷന്റെ സാരാംശമാണ്. നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഈ ചക്കപ്പൊടിയിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം, ജാക്ക് ഫ്രൂട്ട് 65 ചക്കപ്പൊടിയിലേക്ക് ഉണ്ടാകാനുള്ള കാരണം, അതിന്റെ ഹിസ്റ്ററി ഒന്ന് പറയാം. 2014 ഒരു ഏപ്രിൽ മാസത്തിലാണ് ഫാദർ തോമസ് വർഗീസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അദ്ദേഹം 5 വർഷമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്, ഒരു പ്രമേഹ രോഗിയാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ചോറിന് പകരം ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് പിന്നീട് ഇൻസുലിൻ എടുത്തപ്പം പെട്ടെന്ന് തളർന്ന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോയി ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് അതിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ അതിനെപ്പറ്റിയുള്ള ഗവേഷണത്തിലാണ് 5 കാരണങ്ങൾ കൊണ്ടാണ് ഈ പച്ചച്ചക്ക, നമ്മൾ മലയാളികൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചക്കപ്പുഴുക്ക് ചോറിൻ്റെ അതേ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിൽ അതിൻ്റെ വ്യക്തമായി നമുക്ക് മനസ്സിലായത് 5 കാരണങ്ങളാണ്. ഓക്കെ, ഒന്നാമത്, 1 കപ്പ് ചക്കപ്പുഴുക്ക് 1 കപ്പ് ചോറിനെ കഴിഞ്ഞ് 40% കാർബോഹൈഡ്രേറ്റ് കുറവാണ്. ഇപ്പോൾ പ്രമേഹ രോഗികൾ ഡോക്ടർമാർ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് 40% കുറവാണ്. രണ്ടാമത്, ഇതിൻ്റെ കാലറി 40% കുറവാണ് ചോറിനെ കഴിഞ്ഞ്. മൂന്നാമത്, സിലോൺ മെഡിക്കൽ ജേർണലും സിഡ്നി യൂണിവേഴ്സിറ്റി ഞങ്ങൾ നടത്തിയ പഠനത്തിലും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, 2 മണിക്കൂർ കൊണ്ട് ഷുഗർ കൂടുന്നതിൻ്റെ തോത്, ഗ്ലൈസീമിക് ലോഡ് 40% കുറവാണ്. ഒരേ അളവിൽ 1 കപ്പ് ചോറിന് പകരം 1 കപ്പ് ചക്കപ്പുഴുക്ക് കഴിച്ച് 40% ഗ്ലൈസീമിക് ലോഡ് കുറവാണ്. പിന്നെ ചോറിനെ കഴിഞ്ഞ് 4 ഇരട്ടി നാരുകളുള്ളതാണ് പച്ചച്ചക്ക. ഓക്കെ, 5-മതായിട്ടുള്ളത്, അവിടെയാണ് പലർക്കും തെറ്റിപ്പോയിരിക്കുന്നത്, ചക്ക ഒരു പഴമല്ല, ഒരു കായാണ്.
ഓക്കെ, നമുക്ക് ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ചക്ക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്ടർമാർ പറയുന്നത് എന്താണ്, നിങ്ങൾ ചോറിന്റെ അളവ് കുറച്ചിട്ട് സാലഡിന്റെ അളവ് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സാലഡ് എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ആണ്. അപ്പം ചക്ക എന്ന് പറയുന്നത് ഒരു കായാണ്, പഴുക്കുമ്പം അതിന്റെ പേര് ചക്കപ്പഴം എന്നാണ്. അപ്പോൾ പച്ചച്ചക്കയാണ് നമ്മൾ കഴിക്കുന്നത്, ചോറിന് പകരം കഴിക്കുന്നത്. അപ്പം 5 കാരണങ്ങൾ: കാർബോഹൈഡ്രേറ്റ് കുറവാണ്, കാലറി കുറവാണ്, ഗ്ലൈസീമിക് കൂടുതലാണ്, പിന്നെ നമുക്ക് ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന ഒരു കായാണ്. ഓക്കെ, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ചക്കപ്പുഴുക്ക് പ്രമേഹത്തിന് നല്ലതാണെന്നുള്ളതിന്റെ, ചോറിന് പകരമായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്നുള്ളതിന്റെ കാരണങ്ങൾ. ഓക്കെ, ഈ സമയത്താണ് 2014 നവംബറിൽ എൻ്റെ പുസ്തകം പബ്ലിഷ് ആയപ്പോഴത്തേക്കും ഡൽഹി വെച്ച് എനിക്ക് ഡോക്ടർ കലാമുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ കലാം എന്നെ എന്തുകൊണ്ടാണ് ചക്കയിലേക്ക് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ടായ കാരണങ്ങളെപ്പറ്റി തിരക്കിയപ്പോഴത്തേക്കും അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ തോമസിനുണ്ടായ അനുഭവത്തെ പറ്റിയും ഈ ചക്കപ്പുഴുക്ക് പ്രമേഹത്തിന് നല്ലതാണോ എന്നാണ് ഞാനിപ്പം ഗവേഷണം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡേറ്റ എടുത്ത് നോക്കിയതിന് ശേഷം 3 മിനിറ്റ് ധ്യാനിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മെഡിസിൻ അല്ല, അബ്സല്യൂട്ട് സയൻസ് ആണ്. അതായത് നാരുകൾ കൂടുതലുള്ളൊരു ഭക്ഷണം ചോറിന് പകരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഷുഗർ കൂടുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം നാരുകൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും, നമ്മുടെ കുടലിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഈ ഷുഗർ അബ്സോർബ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. അതൊരു ബേസിക് സയൻസ് ആണ്. കാരണം ചോറിന്റെ അത്രയും സമയം നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് നാരുള്ള ഭക്ഷണം കിടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഷുഗർ അബ്സോർബ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അപ്പം ചോറിന് പകരം ഏത് പച്ചക്കറി കഴിച്ചാലും ഷുഗറിന് നല്ലതാണ്. ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ചക്കപ്പുഴുക്ക് മലയാളികൾ മാത്രമേ കഴിക്കുകയുള്ളൂ. പ്രമേഹം ഇന്ത്യയിൽ മൊത്തമുണ്ട്. അപ്പം പക്ഷേ ഈ ചക്കപ്പുഴുക്ക് ഇവൻ നമുക്ക് മലയാളികൾക്ക് തന്നെ എന്നും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഭക്ഷണ രീതി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മതം മാറുന്നതിന് കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ്. ജെയിംസ് ഒരു എഞ്ചിനീയറാണ്. ഈ ചക്ക എങ്ങനെ സാധാരണ ആൾക്കാരുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ സാധിക്കുമെന്നതിനെപ്പറ്റി ജെയിംസ് ഗവേഷണം ചെയ്യുക. അതിനുശേഷം എൻ്റെ അടുത്ത് വരിക, ഇന്ത്യ മൊത്തം ഇതിനെ പ്രചാരണം ചെയ്യാനായിട്ട് ഞാൻ കൂടെ നിൽക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ തിരിച്ചു വന്ന് ഇതെങ്ങനെ സാധാരണ ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റുമെന്നുള്ള ഒരു ഗവേഷണത്തിലേക്ക് പോയത്. അപ്പം അവിടെ എൻ്റെ മനസ്സിൽ കൂടെ പോയത്, എൻ്റെ ചെറുപ്പത്തിലാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഉപ്പിൻ്റെ അകത്ത് അയഡിൻ ചേർക്കുന്ന ഒരു പോളിസി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതായത് അയഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് അയഡൈസ് സോൾട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാവർക്കും അയഡിൻ കിട്ടുന്ന ഒരു പോളിസിയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് മാറി. അങ്ങനെ എല്ലാ അയഡിനകത്തും, സോൾട്ടിനകത്തും ഉപ്പിനകത്തും അയഡിൻ ഉള്ളതായിട്ട് നമുക്ക് മാർക്കറ്റ് കിട്ടി തുടങ്ങി. അതുപോലെയാണ് ഇന്ത്യ മൊത്തം കഴിക്കുന്നതാണ് ചപ്പാത്തിയും ഇഡ്ഡലിയും. അപ്പോൾ ചപ്പാത്തിയും ഇഡ്ഡലിയും കഴിക്കുന്ന അതിനകത്തേക്ക് എങ്ങനെയെങ്കിലും ചക്ക നമുക്ക് ചേർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അരിയുടെയും ഗോതമ്പിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ചക്ക ചേർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രയോജനം നമുക്ക്, ഇഡ്ഡലിയും ചപ്പാത്തിയും കഴിക്കുന്ന ഇന്ത്യക്കാർക്ക് മൊത്തം ഈ പ്രയോജനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഇഡ്ഡലിക്കകത്തും ചപ്പാത്തിക്കകത്തും ചേർക്കാൻ പറ്റും, അല്ലെങ്കിൽ ദോശയ്ക്കകത്തും ചേർക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഗവേഷണത്തിലാണ് അവസാനം ഞങ്ങൾ പശപ്പുള്ള ഒരു ചക്കപ്പൊടി ഈ പച്ചച്ചക്കയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പശപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളത്തിൽ അലിയുന്ന നാരുകളുടെ അളവ് കൂടുതലാണ്. ചക്കപ്പുഴുക്കിൻ്റെ അതേ ഗുണമുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ നാരുകളുള്ള ഒരു പൊടിയായിട്ടാണ് നമ്മൾ, മാവായിട്ടാണ് നമ്മൾ ഇറക്കിയത്. അതായത് ഫ്ലവർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പൊടിയല്ല, ഒരു ഫ്ലവറാണ്. അതായത് ഫ്ലവറും, അതായത് ഒരു മാവും പൊടിയും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഒരു മാവ് വെള്ളത്തിൽ ചാലിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാവായിട്ട്, അല്ല അരിപ്പൊടിയും ഗോതമ്പൊടിയും നമ്മൾ വെള്ളം ചാലിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാവായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ ഒരു വെജിറ്റബിൾ പൗഡർ ആണെങ്കിൽ നമ്മൾ കലക്കിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് താഴേക്ക് സെറ്റിലാവും. ഓക്കെ, അതാണ് ഒരു പൊടിയും മാവും തമ്മിലുള്ള വ്യത്യാസം. ആ മാവാക്കി എടുക്കാനായിട്ടാണ്, അവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും എഞ്ചിനീയറിംഗ് ഇന്റർവെൻഷൻ വന്നത്. അതായത് വെള്ളത്തിൽ അലിയുന്ന നാരുകൾ ഈ ചക്കപ്പൊടിക്കകത്ത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് വെള്ളത്തിൽ അലിയുന്ന നാരുകളുടെ ഗുണം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ലളിതാപ്പുക്കുട്ടൻ പറയുന്ന നാരുകൾ നമ്മുടെ ചൂലുകളാണ് ശരീരത്തിന്. അതായത് ഈ വെള്ളത്തിൽ അലിയുന്ന നാരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് ലിവറിൽ നിന്നും വരുന്ന ഫാറ്റ്, കൊളസ്ട്രോൾ, ഷുഗർ, ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റ്, ഈ മൂന്നിനെയും അലിയിച്ച്, മഞ്ജുവാര്യർ പരസ്യത്തിൽ പറയുന്ന പോലെ അലിയിച്ച് എടുത്തുകൊണ്ടുപോയി നമ്മുടെ വൻകുടലിലേക്ക് എടുത്തുള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മുടെ ഭക്ഷണത്തിൽ, കൂടത്തിലുള്ള ഭക്ഷണത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലിവറിൽ നിന്നും വരുന്ന ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റ്, ഈ മൂന്നിനെയും എടുത്തുകൊണ്ട് പോയി വേസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രത്യേകതയാണ് വെള്ളത്തിൽ അലിയുന്ന നാരുകളുടെ
ഒരു പ്രത്യേകത. അപ്പം അത് ഏറ്റവും കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് ഈ ചക്കപ്പൊടിയുടെ പ്രത്യേകത. ഓക്കെ. പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും ചക്കപ്പൊടി നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും ഡോക്ടർ കലാം നമ്മളെ വിട്ടുപോയി. അവിടെ വെച്ചാണ് പിന്നീട് എനിക്ക് ഇതിനെപ്പറ്റി പഠനം നടത്തേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഭക്ഷണമാണ്, മരുന്നല്ല. 2016 കൊച്ചിയിൽ വെച്ചൊരു റോട്ടറി ക്ലബിൻ്റെ മീറ്റിങ്ങിൽ നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറാണ് ഡോക്ടർ MS വല്യത്താനുമായിട്ട് എനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ഈ പഠനത്തെപ്പറ്റി ഞാൻ ഇമെയിൽ വഴി അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു റിപ്ലൈ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ പറഞ്ഞു, ജെയിംസിനകത്ത് 2 ബ്ലോക്ക് ബസ്റ്റർ ഡെവലപ്മെൻ്റാണ് ജെയിംസി കണ്ടുപിടിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മോഡേൺ മെഡിസിനിൽ നിന്നും ആയുർവേദയിലേക്ക് റിസർച്ച് ചെയ്യാൻ പോയ ഒരു പ്രഗത്ഭനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതിയായ ചക്കപ്പുഴുക്ക് ചോറിനെ കഴിഞ്ഞ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് ജെയിംസ് കണ്ടുപിടിച്ചാണ് ആദ്യത്തെ ഡെവലപ്മെൻറ്റ്, ബ്ലോക്ക് ബസ്റ്റർ ഡെവലപ്മെൻറ്റ്. പക്ഷെ അതിലും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഡെവലപ്മെൻറ്റാണ് ഇത് പൊടിയായിട്ട് എല്ലാ ഭക്ഷണത്തിലും ചേർക്കാൻ പറ്റുമെന്നുള്ള ജെയിംസ് കണ്ടുപിടിച്ച് അതിനൊത്തിരി സാധ്യതകളുണ്ട്. കാരണം എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മാർഗമായിട്ട് മാറുകയാണ്. അപ്പോൾ അദ്ദേഹം കൊച്ചി വന്നപ്പോൾ ഞാൻ നേരിട്ട് പോയി കണ്ടു. അപ്പോൾ അവിടെ വെച്ച് ഇതൊരു ഭക്ഷണമല്ലേ, നമ്മൾ മരുന്ന് പോലെ ഇതിനൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജെയിംസ്, നമ്മൾ ഒളിമ്പിക് മെഡലിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്, എന്നാലേ ഉള്ളൂ നമുക്ക് ഒളിമ്പിക് മെഡൽ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ് പ്രമേഹ രോഗികളെ ചികിത്സിക്കുന്നത്. അപ്പോൾ അവർക്ക് ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് നമ്മൾ പരീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ചക്കപ്പൊടി പരീക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്ത് അവരുടെ അംഗീകാരം മേടിച്ചെടുത്താലേ ഉള്ളൂ ഇത് എല്ലാ രോഗികൾക്കും ഇതിൻ്റെ പ്രയോജനം ചെയ്യുള്ളൂ. അപ്പോൾ ജെയിംസിനോട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളായ അതിൽ പ്രാക്ടീസ് ചെയ്ത് ഒളിമ്പിക്സിൽ പോയി ഇത് പ്രസൻറ്റ് ചെയ്താലേ ഉള്ളൂ ഇതിന് അംഗീകാരം കിട്ടുകയുള്ളൂ. എൻ്റെ റെക്കമെൻഡേഷൻ 2016 ഒക്ടോബറിലാണ് ഡോക്ടർ MS വല്യത്താൻ്റെ അടുത്ത് ഇത് പറയുന്നത്. അതിനുശേഷം 4 വർഷം എടുത്തു ആ ഒളിമ്പിക്സ് എത്താനായിട്ട്. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത സൈഡിലേക്ക് നമുക്ക് പോവാം. ഡയബറ്റീസ് അസോസിയേഷന്റെ ആനുവൽ സയന്റിഫിക് സെഷൻ, ആനുവൽ കോൺഫറൻസ് ആണ് ഡയബറ്റീസിന്റെ റിസർച്ചിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു കോൺഫറൻസ്, സയന്റിഫിക് കോൺഫറൻസ്. അത് ഈ 80ാമത്തെ സയന്റിഫിക് കോൺഫറൻസ് ആണ്. ഈ ജൂൺ 12 തൊട്ട് 16 വരെ ഷിക്കാഗോയിൽ ഈ വർഷം നടന്നത്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അതൊരു വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ഇവിടെ ഒന്നുണ്ട് പ്രസന്റ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്തത് മരുന്ന് പരീക്ഷിക്കുന്ന പോലത്തെ ഒരു പരീക്ഷണമാണ്. അത് റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് പ്ലസീബോ കൺട്രോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ കോവിഡ് വാക്സിനെ പറ്റി നമ്മൾ കേൾക്കാം. ഒരു ഗ്രൂപ്പിന് വാക്സിൻ കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് പ്ലസീബോയാണ് കൊടുക്കുന്നത്. അതായത് അവർക്ക് കൊടുക്കുന്ന മരുന്നല്ല, പക്ഷെ മരുന്ന് അവർക്ക് എന്തോ കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ രോഗികൾക്കും അറിയത്തില്ല, കൊടുക്കുന്ന ആൾക്കും അറിയത്തില്ല ഇത് ആർക്കെന്താണ് കിട്ടുന്നതെന്ന്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ ചക്കപ്പൊടി, ഒരു ഗ്രൂപ്പിന് പ്രമേഹ രോഗികൾക്ക് ചക്കപ്പൊടി കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് അരിപ്പൊടിയും ഗോതമ്പൊടിയും കൊടുക്കുന്നു. ഇപ്പം പരീക്ഷ നടത്തുന്ന ഞങ്ങൾക്കറിയത്തില്ല ആർക്കാണ് ഗോതമ്പൊടി കിട്ടുന്നത്, ആർക്കാണ് ആർക്കാണ് ഗോതമ്പൊടി കിട്ടുന്നത്, ആർക്കാണ് ചക്കപ്പൊടി കിട്ടുന്നത് നമുക്കറിയത്തില്ല, കഴിക്കുന്ന ആൾക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ ഇതിനാണ് ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിക്കുന്നയാൾക്കും ഇതിനെപ്പറ്റി ഒരു ബയാസ് ഇല്ല, പരീക്ഷിക്കുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി ബയാസ് ഇല്ല. അപ്പോൾ അതാണ് മരുന്ന് അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ റാൻഡമൈസ്ഡ്, നമ്മൾ പേഷ്യൻസ് എടുത്തിട്ട് അത് കമ്പ്യൂട്ടർ ജനറേറ്റ് ആയിട്ട് കുറേ പേർക്ക് മരുന്ന് കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് പ്ലസീബോ കൊടുക്കുന്നു. അപ്പോൾ അതാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ. അപ്പോൾ റാൻഡമൈസ് ഡബിൾ ബ്ലൈൻഡ് പ്ലസീബോ കൺട്രോൾ സ്റ്റഡിയാണ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് ടെസ്റ്റ് പച്ചക്കപ്പൊടിയെ പറ്റി നമ്മൾ ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം എന്ന് പറയുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമ്മൾ നടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന് വെളിയിൽ കൊണ്ടുപോയി ഈ പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ, ഈ 3 മാസമാണ് ഒരു പേഷ്യൻ്റ് ഇത് കഴിക്കുന്നത്. അപ്പോൾ 40 പേഷ്യൻസിന് നമ്മൾ ഈ പഠനം നടത്തി കഴിയുമ്പോഴത്തേക്കും 1 വർഷം എടുക്കും. ഈ കേരളത്തിലാണെങ്കിൽ 1 വർഷത്തിനിടയ്ക്ക് ചക്കയുടെ സീസൺ വരും. അപ്പോൾ ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്കും ഈ പ്ലസീബോ, അതായത് അരിപ്പൊടിയും ഗോതമ്പൊടിയും കഴിക്കുന്നയാൾ ഉച്ചയ്ക്ക് പോയി ചക്കപ്പുഴുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയ്ക്കകത്ത് വ്യത്യാസം വരും. അപ്പോൾ ചക്കപ്പുഴുക്ക് കഴിക്കുന്ന ശീലമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് പരീക്ഷിച്ചാലേ ഉള്ളൂ നമുക്ക് വ്യക്തമായിട്ടും ചക്കയുടെ സീസണുമായിട്ട് ഇതിനെ ഇൻ്റർഫിയർ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്താനുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ പോയി ഈ പഠനം നടത്തിയത്. ഓക്കെ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. പഠനത്തെ പറ്റി കൂടുതൽ പറയാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള പിക്ചേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും അല്ലെങ്കിൽ ദോശയും അത്താഴത്തിന് ചപ്പാത്തിയും കഴിക്കുന്ന ശീലമുള്ള 2 ഭക്ഷണ രീതിയാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഭക്ഷണ രീതി മാറ്റാതെ തന്നെ ദോശ മാവിനകത്ത്, ഇഡ്ഡലി മാവിനകത്തേക്ക് നമ്മൾ 15 ഗ്രാം ചക്കപ്പൊടി ചേർക്കുക. അത്താഴം ചപ്പാത്തി ഉണ്ടാക്കുന്നതിനുള്ള ആട്ടയ്ക്കകത്തേക്ക് നമ്മൾ 15 ഗ്രാം
ചക്കപ്പൊടി ചേർക്കുക. മൊത്തം 30 ഗ്രാം ഒരു ദിവസം. എന്നാൽ മറ്റേ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. രാവിലെ അവർ 1.5 സ്പൂൺ അരിപ്പൊടി അവർ ദോശമാവിലേക്ക് ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തേക്ക് 1.5 സ്പൂൺ ഗോതമ്പ് പൊടി അവർ ആഡ് ചെയ്യുന്നു. അങ്ങനെ 15 ഗ്രാം ചക്കപ്പൊടിയും രാവിലെയും 15 ഗ്രാം ചക്കപ്പൊടി ഡിന്നറിനുമാണ് നമ്മൾ കൊടുത്തിരുന്നത്. പ്ലസീബോ ആയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും. അപ്പോൾ കഴിക്കുന്നവർ 2 കൂട്ടരും എന്തോ അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഒരു കൂട്ടർ ആഡ് ചെയ്യുന്നത് അരിപ്പൊടി രാവിലെയും ഗോതമ്പ് പൊടി വൈകുന്നേരം. നമ്മുടെ പരീക്ഷ എടുക്കുന്ന ഗ്രൂപ്പ് അവർ 2 നേരവും ചക്കപ്പൊടിയും. അപ്പോൾ അവർ കഴിക്കുന്ന ആദ്യം ഈ ചക്കപ്പൊടി കപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് അവർ സാധാരണ അരിമാവും ഗോതമ്പ് മാവും ആഡ് ചെയ്യുന്നു. അത്താഴമാണെങ്കിൽ ആദ്യം ചക്കപ്പൊടി ചേർക്കുന്നു, അതിനുശേഷം ഗോതമ്പൊടി ചേർക്കുന്നു. എന്നാൽ അവർ കഴിക്കുന്ന 3 ചപ്പാത്തിയും 3 ഇഡ്ഡലിയും ആണെങ്കിൽ അതിൻ്റെ അളവിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ പടം നോക്കി നമുക്കറിയാം, നമ്മൾ ചക്കപ്പൊടി ചേർക്കുമ്പോൾ ശരിക്കും 3ാമത്തെ ഇഡ്ഡലിയും 3ാമത്തെ ചപ്പാത്തിയും ശരിക്കും ചക്കയാണ്. കാരണം ചക്കപ്പൊടിയാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം. അവർ 3 ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ 3ാമത്തെ ചപ്പാത്തി എന്ന് പറയുന്നത് ഒരു വെജിറ്റബിളാണ്. കാരണം വെജിറ്റബിൾ പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് 3 മാസമാണ് ഓരോരുത്തരും കഴിച്ചത്. 3 മാസം കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് ആ ഗ്രാഫ് നമ്മൾ കാണുന്നത്. അതായത് അരിപ്പൊടിയും ഗോതമ്പൊടിയും കഴിച്ചവർ റൈറ്റ് സൈഡിലുള്ളത് അവരുടെ HbA1c 3 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് കൂടുകയാണ് ഉണ്ടായത്. ഓക്കെ, നേരെ മറിച്ച് ചക്കപ്പൊടി കഴിച്ചവരുടെ HbA1c പറഞ്ഞ 3 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് 0.25 ആയിട്ട് കുറഞ്ഞു. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ചക്കപ്പൊടി കഴിച്ചവരുടെ HbA1c 3 മാസം കൊണ്ട് കുറഞ്ഞു. അരിപ്പൊടിയും ഗോതമ്പൊടിയും കഴിച്ചവരുടെ HbA1c കൂടുകയും ചെയ്തു. ബാക്കി ഒരു കാര്യത്തിലും വ്യത്യാസമില്ല. മരുന്നിന് വ്യത്യാസമില്ല, അവർ കഴിക്കുന്ന ആഹാരത്തിന് വ്യത്യാസമില്ല, എക്സസൈസ് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഈ ആകപ്പാടെ ഉണ്ടാകുന്ന വ്യത്യാസം, ഒരു ഗ്രൂപ്പിന് അരിപ്പൊടിയും ഗോതമ്പൊടിയാണ് കഴിച്ചെങ്കിൽ മറ്റേ ഗ്രൂപ്പ് ചക്കപ്പൊടിയാണ് കഴിച്ചത്. അപ്പം 30 ഗ്രാം ചക്കപ്പൊടിയുടെ അതേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയുമാണ് മറ്റേ ഗ്രൂപ്പ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് ഫൈനൽ സമ്മറി എന്ന് പറഞ്ഞാൽ, നമ്മൾ 30 ഗ്രാം ചക്കപ്പൊടി, അതായത് 3 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി അതേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് അവരുടെ HbA1c, അതായത് 3 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് കാര്യമായിട്ട് കുറയുന്നു എന്നുള്ളതാണ് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ സ്റ്റഡിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് ഈ ക്ലിനിക്കൽ സ്റ്റഡിയുടെ പ്രത്യേകത പറഞ്ഞാൽ അതൊരു P വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 0.006 എന്ന് പറഞ്ഞാൽ 40 പേരിലാണ് നമ്മൾ പരീക്ഷ നടത്തിയെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 994 പേർക്കും ഈ പ്രയോജനം കിട്ടുമെന്നാണ് ഈ P വാല്യൂവിൻ്റെ അർത്ഥം. അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ മരുന്ന് പരീക്ഷിക്കുന്ന പോലത്തെ ഉള്ള ഒരു പരീക്ഷണം നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 30 ഗ്രാം അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പച്ചച്ചക്കപ്പൊടി ദിവസേന കഴിക്കുവാണ്. അതേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ HbA1c 3 മാസം കൊണ്ട് കുറയും എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ മരുന്ന് പരീക്ഷിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ ചക്കപ്പൊടി നമ്മൾ പരീക്ഷിച്ച് നമ്മൾ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ആനുവൽ കോൺഫറൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്ത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇത് ഈ 20 പേര് ചക്കപ്പൊടി കഴിച്ചതിൽ 5 പേര് നമ്മൾ അവർക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു പാച്ച് വെച്ചിട്ട് അവരുടെ ഷുഗർ ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇടത് സൈഡിലുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യത്തെ ആഴ്ച സാധാരണ ഇഡ്ഡലിയും ചപ്പാത്തിയും കഴിച്ചു. രണ്ടാമത്തെ ആഴ്ച അവർ ഈ 30 ഗ്രാം ചക്കപ്പൊടി, 3 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി അവരുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് ചേർത്തു. അങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ചക്കപ്പൊടി കഴിക്കാൻ തുടങ്ങിയ ആഴ്ച ഇവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 26 യൂണിറ്റ് കുറഞ്ഞു എന്നുള്ളത്. അതായത് ഒരാഴ്ച സാധാരണ ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും കഴിച്ചു, പിറ്റേ ആഴ്ച ചക്കപ്പൊടി ചേർത്ത് ഇഡ്ഡലിയും ചപ്പാത്തിയും കഴിച്ചപ്പോഴത്തേക്കും അവരുടെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 26 യൂണിറ്റ് ആണ് അവർക്ക് വ്യത്യാസം കണ്ടത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. HbA1c കാണുന്നത് 90 ദിവസത്തിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം ഇത് നമ്മൾ ശാസ്ത്രീയമായി ഡോക്ടർ MS വലുത്താൻ പറഞ്ഞതുപോലെ ഒരു റാൻഡമൈസ് കൺട്രോൾ ട്രയലിൽ നമ്മൾ പരീക്ഷിച്ച് അത് ലോകത്തെ ഡയബറ്റീസ് റിസർച്ചിൻ്റെ ഏറ്റവും വലിയ ബോഡിയായ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിൽ ഈ വർഷം നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കാണിച്ച റിസൾട്ടാണ്. അപ്പോൾ അത് സമ്മറി ആയിട്ട് പറഞ്ഞാൽ 30 ഗ്രാം അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി
അതേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് HbA1c, അതായത് 3 മാസത്തെ ബ്ലഡ് ഗ്ലൂക്കോസ് ആവറേജിൻ്റെ അളവിൽ കാര്യമായ കുറവ് സാധിക്കുമെന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ട് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ട ഒരു റിസൾട്ടാണ്. ഇത് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അവരുടെ ജേണലായ ഡയബറ്റീസ്, ADAയുടെ ജേണലായ ഡയബറ്റീസ് എന്ന ജേണലിലാണ് ഇത് കഴിഞ്ഞ് ജൂൺ 12-ാം തീയതി പബ്ലിഷ് ആയിരിക്കുന്നത്. അവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ഈ ചക്കപ്പൊടി, ഈ പഠനത്തെ പറ്റി കൂടുതൽ വായിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ജേണലായ ഡയബറ്റീസ് നമുക്ക് പോയി നോക്കാം. അല്ലെങ്കിൽ jackfruitrecipes.com /evidence ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി നമുക്ക് ഡോക്ടർ ലളിത അപ്പുക്കുട്ടനിലേക്ക് പോകാം. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ വളരെ 2018 മുതൽ ഇതിനെപ്പറ്റി പഠിച്ച് ഇത് പല രോഗികൾക്കും ഇത് കൊടുത്ത് പരിചയമുണ്ട്. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ്റെ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോകാം. പേര് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ. ഞാൻ നിംസ് ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി വിഭാഗം മേധാവിയാണ്. അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ ശരിക്കും ജാക്ക് ഫ്രൂട്ടിനെയും പരിചയപ്പെടുന്നത്. മിസ്റ്റർ ജെയിംസ് ജോസഫിനെ കാണുന്നതും അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത്, ഈ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ടോട്ടൽ സീസണിൽ കിട്ടത്തില്ല, ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ. മാത്രമല്ല ഇത് മധുരം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ അളവും വിളവും വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചപ്പോൾ ജെയിംസ് പറഞ്ഞു, അതിനാണ് നമുക്ക് ഈ പൗഡർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, അതെന്തായാലും കൊള്ളാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഓൺ വൺ കണ്ടീഷൻ, എനിക്ക് ഫുൾ ക്രെഡിബിലിറ്റി ഉണ്ടാവണം. എനിക്ക് തന്നെ എനിക്ക് മനസ്സിലാവണം ഇത് നല്ലതാണെന്ന്. എന്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ട്രയൽ സ്റ്റഡി നടത്തി. കുറച്ച് ആദ്യം ഒരു 30 പേഷ്യൻസിന് കൊടുത്തു. അപ്പം നല്ല റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് 100 പേഷ്യൻസിലെത്തി. അപ്പം ഈ 100 പേഷ്യൻസ് എന്ന് പറയുന്ന അവരെല്ലാം തന്നെയും ഒരു 50 മുതൽ 200 യൂണിറ്റ് ഇൻസുലിൻ വരെ എടുക്കുന്നവരായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ തന്നെയും വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ BP-ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, അതായത് ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്നവരുണ്ട്, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, അമിതവണ്ണം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ. ഇതിനെല്ലാം തന്നെയും മെഡിസിൻ കഴിച്ച് വളരെ വിഷമിച്ച് അതിന്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്ന പേഷ്യൻസ് ആണ്. ന്യൂറൈറ്റിസ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെ വളരെയധികം പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇവരൊക്കെ വരുന്നത്, ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് മോഡ്യൂൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ യൂസ് ടു ഗിവ് എ ഡയറ്റ് മോഡിഫിക്കേഷൻ, ദെൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ആൻഡ് തേർഡ് പാർട്ട് ഈസ് ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വിച്ച് ആർ ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ജനറേറ്റഡ് ഫ്രം ഈച്ച് ഫുഡ് മെറ്റീരിയൽ ഈസ് ബിക്കമിംഗ് ദ മെഡിസിൻ ഫോർ യുവർ ബോഡി. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണങ്ങൾ about 120 ന്യൂട്രിയൻസ് ടു ബി നീഡഡ് ഫോർ യുവർ ബോഡി പെർ ഡേ. അപ്പൊ ഇതില് ഈ ന്യൂട്രിയൻസിന്റെ അപ്പൊ ഐദർ ദ ഡെഫിഷ്യൻസി ഓഫ് ദീസ് ന്യൂട്രിയൻസ് ഓർ ദ ടോക്സിൻ അക്യൂമുലേഷൻ ഈസ് ദ മെയിൻ കോസ് ഫോർ ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങൾ അത്യാവശ്യം എല്ലാ ദിവസവും വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഓരോ കോശങ്ങളിൽ ഇരിക്കുന്ന ടോക്സിൻസ് വെളിയിൽ പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്റേണൽ ഇമ്മ്യൂൺ ഡോക്ടർ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ഇമ്മ്യൂൺ ഡോക്ടർ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് രോഗപ്രതിരോധ ശേഷി. ആ രോഗപ്രതിരോധ ശേഷി ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ്സ് ആൻഡ് മീൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് നാരുകളാണ്. ശരീരത്തിന്റെ ചൂലുകളാണ് നാരുകൾ, അതായത് വൃത്തിയാക്കൽ പ്രക്രിയ. അത് ഏറ്റവും എളുപ്പം നടക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, അതായത് അന്നജം, മാംസ്യം, കൊഴുപ്പ്, ഇത് മൂന്നിന്റെയും മെറ്റബോളിസം, അതിന്റെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുന്നത് നാരുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഇൻസോലുബിൾ, അതായത് വെള്ളത്തിൽ അലിയുന്ന നാരുകളും വെള്ളത്തിൽ അലിയാത്ത നാരുകളും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു അവസരം തന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ജാക്ക് ഫ്രൂട്ട് 365-ന്റെ പൗഡർ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അതിൽ കൂടെ ഞാൻ 100 പേഷ്യൻസ്, അപ്പം ഞാനതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുത്ത് about 100 പേഷ്യൻസിന്റെ അബ്സല്യൂട്ട്ലി എല്ലാ പേഷ്യൻസിനും ഈക്വലി ബെനിഫിറ്റഡ് ആയിട്ട് കിട്ടി.
പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവര് ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ പോകുന്ന ദിവസം വരെ ഒരു യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ജാക്ക് ഫ്രൂട്ട് 365 എന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ സാലഡ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. നൈറ്റിൽ എപ്പോഴും സാലഡ്സ് മാത്രമാണ്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് പുട്ട് അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ഈ പൗഡർ ഇട്ടിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. സാലഡ്സിന്റെ അതേ റിസൾട്ട് തന്നെ കിട്ടുക. അപ്പോൾ പേഷ്യൻസ് ബീങ് കെയർലൈറ്റ്സ് അവർക്ക് ദേ ആർ ആബ്സല്യൂട്ട്ലി ഹാപ്പി. ബിക്കോസ് നല്ല നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ട് അവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതേസമയം ഇപ്പൊ വെസ്റ്റേണേഴ്സിനാണെങ്കിൽ സാലഡ്സ് ഈസ് ഓക്കെ. നമ്മളുടെ പേഷ്യൻസിന് അങ്ങനെയല്ല. സാലഡ്സ് അത്രയ്ക്ക് അങ്ങ് താല്പര്യം ഇല്ലാത്ത ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് എനിക്കും വളരെ ഹാപ്പിയായി. പേഷ്യൻസിന് അക്സെപ്റ്റബിലിറ്റി വളരെ കൂടുതലായി. ഇവരെന്ത് ചെയ്യും, ഇവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അബ്സല്യൂട്ട്ലി നോർമലാക്കി വിടും. നമ്മൾ ഒരു മരുന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കിക്കൊണ്ട് ഇൻസുലിനും അതുപോലെ തന്നെ ടാബ്ലറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിക്കൊണ്ടാണ് വിടുന്നത്. നോട്ട് ഓൺലി ഫോർ ദ ഡയബറ്റിക്സ് ബട്ട് BP, കൊളസ്ട്രോൾ എല്ലാത്തിന്റെയും മെഡിക്കേഷൻസ് മാറ്റിയാണ് വിടുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഈ സീസണലായിട്ട് ചക്ക മരത്തിലുള്ള വീട്ടുകാർ നേരെ ചക്കയിലേക്കൊന്ന് മാറും. ഇവർ ഒരാഴ്ച 10 ദിവസം ഈ ചക്കയൊക്കെ കഴിച്ചിട്ട് എന്നെ വിളിച്ചു പറയും, മാഡം എല്ലാം പോയല്ലോ, ഇപ്പൊ റിസൾട്ട് നേരെ തിരിച്ചായല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്, നിങ്ങൾ ജാക്ക് ഫ്രൂട്ട് 365 വാങ്ങി കഴിച്ചോ? എവിടെയാണെങ്കിലും അത് വാങ്ങി കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് എനിക്ക് തിരിച്ചു പറയണം. അപ്പൊ അവരൊക്കെ തന്നെയും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തിരിച്ച് റിസൾട്ട് നോർമലാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ദാറ്റ് മീൻസ് jackfruit 365 powder has its own effect on the and prevention as well as control ബ്ലഡ് ഷുഗർ. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശാപമായ ഡയബറ്റീസ്, അതായത് പ്രമേഹവും അതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനും അത് കൺട്രോൾ ചെയ്ത് പോകാനും അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് അതിനെ വരാതിരിക്കാൻ ശ്രമിക്കാനും ഈ ജാക്ക് ഫ്രൂട്ട് 365 സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതൊരു വീട്ടിലും വളരെ അത്യാവശ്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർ ഇത് കൊടുത്തൊരു ശീലം ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ലളിത, താങ്ക് യു ഡോക്ടർ ലളിത. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഡോക്ടർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ചക്ക പുഴുക്ക് കഴിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്? ചക്കപ്പുഴുക്കിൻ്റെ പ്രയോജനം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ചക്കപ്പൊടിയിലേക്ക് വന്ന്. ഇപ്പം ചക്കയ്ക്ക് നമുക്കറിയാം പെട്ടെന്ന് മധുരം വയ്ക്കുന്ന ഒരു ഫലമാണ് ചക്ക. അപ്പം നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് മധുരത്തിൻ്റെ അളവ് പെട്ടെന്ന് കൂടാം. അപ്പം ഞങ്ങൾ ആ ഷുഗർ കൺട്രോൾ ചെയ്താണ് മധുരം കൂടാതെയാണ് ഇത് ചക്കപ്പൊടിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് മധുരം ഒരേ അളവിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചക്കപ്പൊടിയായപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു പ്രയോജനം. പിന്നെ അളവ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ സമയം നമ്മൾ ചക്ക സീസൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചക്കപ്പുഴുക്കും ചിലർക്ക് ഷുഗർ കൂടും. കാരണം നമ്മൾ ചോറിനെ കഴിഞ്ഞും കൂടുതൽ ആദ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും ചോറിനെ കഴിഞ്ഞും കൂടുതൽ കഴിക്കുന്നുണ്ട്. അതേ അളവിൽ കഴിക്കുമ്പോഴാണ് ഈ പ്രയോജനം. ഇപ്പോൾ അളവും അതുപോലെ തന്നെ മധുരവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ലളിത എടുത്ത് പറഞ്ഞ സന്തോഷം. അടുത്തായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് ഈ ചക്കപ്പൊടി കഴിച്ച് പ്രയോജനമുള്ള മിസ്റ്റർ സൂസൻ ഈപ്പൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഹലോ, എൻ്റെ പേര് സൂസൻ ഈപ്പൻ. ഞാനൊരു റിട്ടയർഡ് ബാങ്കറാണ്. ഞാൻ ജാക്ക് ഫ്രൂട്ട് ഫ്ലവർ, എൻ്റെ ഡയബറ്റിസ് ഉള്ള ഒരാളാണ്. 20 കൊല്ലമായി ഡയബറ്റിസ്. ഇപ്പോൾ ഞാൻ ഒരു മരുന്നും ഇല്ലാതെയാണ് കഴിയുന്നത്. അപ്പോൾ പത്രത്തിൽ നിന്ന് അറിഞ്ഞ അതിലൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ജെയിംസ് ജോസഫിൻ്റെ നമ്പറാണ്. അദ്ദേഹത്തിന് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതാണ് അദ്ദേഹത്തിന് എന്നെക്കുറിച്ചും അറിയാവുന്നത്. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ച് പുള്ളി എനിക്കത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞു തന്നു. ഇത് ആദ്യത്തെ ചക്കപ്പൊടിയാണ്, കറുത്ത ചക്കയുടെ പടമുള്ളത്. അപ്പോൾ അത് വെച്ച് ഉപയോഗിച്ചു. അത് ഷുഗർ കൺട്രോൾ ചെയ്യുമെന്ന് കണ്ടു. അപ്പോൾ പുട്ടുപൊടിനകത്ത് മിക്സ് ചെയ്തു, അതുപോലെ അപ്പം, ദോശ ഇതിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചു. അത് കൺട്രോൾഡ് ആണെന്ന് കണ്ടു. പക്ഷേ അത് വേറെ കലക്കി ഈ മാവ് കലക്കിയതിനുമായിട്ട് മിക്സ് ചെയ്യണം, ഒരേ കൺസിസ്റ്റൻസി ആക്കണം എന്നൊക്കെയുള്ള പ്രൊസീജിയറും അളവും തൂക്കവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് അധികമായിട്ട് ഉപയോഗിച്ചില്ല. എന്നാൽ പുതിയ ചക്കപ്പൊടി വന്നപ്പോൾ ഇതൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി ഒരു നേരത്തെ മീലിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ പുതിയത് എനിക്ക് കളക്ട് ചെയ്തിട്ട് ഞാനിത് ഉപയോഗിച്ച് നോക്കി. വളരെ എളുപ്പമാണ്. ഇതിലും വൈകിട്ട് ചിലപ്പോൾ ചപ്പാത്തിക്കുള്ള കടലക്കറിയോ ദാലോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കാണും. അത് ഏതെങ്കിലും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കും, ഒരു പ്രോട്ടീനും വെച്ച് കഴിക്കും. അപ്പോൾ ഷുഗർ എനിക്ക് 158 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ നിൽക്കും. ദോശമാവാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ദോശയ്ക്കുള്ള മാവെടുക്കും. ആ മാവിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി ആഡ് ചെയ്യും, അത് മിക്സ് ചെയ്യും, ഒരു തിക്ക് ബാറ്റർ വരും. അതിൽ വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസിയൊക്കെ ശരിയാക്കുമ്പോൾ 2 ദോശയ്ക്കുള്ള മാവ് കിട്ടും. അപ്പോൾ 2 ദോശ ഉണ്ടാക്കും.
ഇതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കഴിക്കും. കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കഴിച്ചിരിക്കാം. മുട്ടയോ വല്ലതും കഴിക്കാൻ പറ്റിയില്ല കപ്പലണ്ടി ആയാലും മതി. കപ്പലണ്ടി, പീനട്ട് ബട്ടർ, ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ എനിക്ക് എൻ്റെ ഷുഗർ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. HbA1c 6, 6.5 വരെയൊക്കെ കൊണ്ടുവന്നു. 6.5 കഴിഞ്ഞു, 6ആയി. പിന്നെ ഒരു ഇച്ചിരി നാൾ 6 വരെയൊക്കെ വന്നു ഞാൻ ഓണത്തിനൊക്കെ പായസം കുടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് 6 മാസത്തിൽ കൂടുതലായി ചെക്ക് ചെയ്തിട്ട്. പക്ഷേ ഞാൻ സ്ട്രിപ്സ് വെച്ച് ഡെയിലി ചെക്ക് ചെയ്യും. രാവിലെ എന്തായാലും ചെക്ക് ചെയ്യും. പോസ്റ്റ് മീൽ ഞാൻ ഔട്ട് ഓഫ് ദ വേ വല്ലതും കഴിച്ചാൽ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ഇപ്പോൾ ദോശ കഴിച്ചാൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം ഈ ദോശ വെക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫാസ്റ്റിംഗ് ഷുഗർ എനിക്ക് എന്തായാലും 110 താഴെ ആയിരിക്കും. 90% ഓഫ് ദ ടൈം 100, 102, 103 എന്നൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് എൻ്റെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. മിസ്റ്റർ സൂസൻ വളരെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിക്കുന്നയാളാണ്. അപ്പോൾ എനിക്കത് വളരെ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. മിസ്റ്റർ സൂസൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സൂസൻ പറഞ്ഞത് ഭക്ഷണത്തിൽ, അതായത് ഞങ്ങളത് ഡിസൈൻ ചെയ്തത് അരിപ്പൊടി, ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ചേർത്ത് അരിയുടെയും ഗോതമ്പിൻ്റെ അളവ് കുറയ്ക്കുന്ന സാധാരണ ഭക്ഷണത്തിൽ കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് മിസ്റ്റർ സൂസൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി, നമ്മൾ ചോറ് കഴിക്കുമ്പം ഇതെങ്ങനെയാണ് ചക്കപ്പൊടി ചേർക്കുന്നത്? അപ്പോൾ അത് ഡോക്ടർ ലളിത അപ്പക്കുട്ടനാണ് എനിക്ക് പല മാർഗങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ്, മലയാളികളുടെ ഉച്ചക്കത്തെ നമ്മുടെ ഫിഷ് കറി മീൽസ് കഴിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചക്കപ്പൊടി ചേർക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നാജിയയോട് ചോദിക്കാം. നാജിയ അത് ഷെയർ ചെയ്ത് കാണിക്കും. നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ചോറാണ്. ആവശ്യത്തിന് പ്രോട്ടീൻസും ഫൈബേഴ്സും ഒന്നും നമ്മൾ കഴിക്കാറില്ല. നമുക്കാണെങ്കിലോ വയറ് നിറയും വേണം, എന്നാൽ ചോറ് കുറയും വേണം. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ജാക്ക് ഫ്രൂട്ട് 365. അത് നമ്മളെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഫിഷ് കറി മീൽസിൽ നമുക്ക് തുടങ്ങാം. അതിൽ ഫിഷ് കറി ഉണ്ടാവും, അവിയലുണ്ടാവും, ചോറുണ്ടാവും. അതിൽ ചോറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈ പോർഷൻ മാറ്റിയിട്ട് കുറച്ച് പോർഷൻ ചോറ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്കുള്ളൊരു സംശയമാണ് വയറ് നിറയുമോ എന്നുള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചക്കപ്പൊടി ഈ രസത്തിലൊന്ന് ചേർത്ത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു മീൽ കംപ്ലീറ്റ് ആയി. രസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസം നല്ല തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫില്ല് ആവുന്ന മീലായിരിക്കും. ഇപ്പൊ ഒരു കംപ്ലീറ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. രസത്തിൽ എങ്ങനെ ജാക്ക് ഫ്രൂട്ട് 365 ഉപയോഗിക്കാമെന്ന് നമ്മൾ കാണാം. ഇനി അടുത്തത് മോരുകറിയിൽ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മോരുകറി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. തന്നെ ഒരു തിന്നായിട്ടുള്ള മോരുകറിയാണ് ഇവിടെ ഉള്ളത്. മോരുകറിയിൽ അല്പം ജാക്ക് ഫ്രൂട്ട് 365 ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിന്നായിട്ടിരുന്ന മോരുകറി ഒന്ന് കുറുകി തിക്കായ പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ പ്ലേറ്റ് ഇപ്പോൾ പഴയ പോലെ കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലായി. ഈ മോരുകറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോരുകറി നല്ല ക്രീമി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബാലൻസ് ആയി. തൈര് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. അതിൽ പച്ചച്ചക്കപ്പൊടി ചേർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ കാണാം തൈരൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് തൈര്. എല്ലാവരും, കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് തൈര്. ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തൈര് നല്ല ക്രീമി ആയിട്ടുണ്ട്, റിച്ചാണ്. നല്ലൊരു ചെറുതായിട്ട് പുളിയൊക്കെ കുറവ്, നല്ല കറക്റ്റ് ആയിട്ട്
ഇപ്പൊ നാജി നമ്മളെ കാണിച്ചത് എങ്ങനെ ചോറിന്റെ അളവ് കുറയ്ക്കാം എന്നാൽ വയറ് നിറയുകയും വേണം. അപ്പം അതിനായിട്ട് പല നമ്മുടെ രസം, മോരുകറി ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് ഹോട്ടലുകളിൽ മീൽസിൻ്റെ കൊടുത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ മിക്സ് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ വയറ് നിറയാനായിട്ട്. അപ്പം ആദ്യം അത് കുടിക്കുക, അതിനുശേഷം നമ്മൾ കുറച്ച് ചോറ് ഉപയോഗിച്ച് ബാക്കി കറിയും കൂട്ടി കഴിക്കുക. ഓക്കെ. അപ്പം ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് അരിപ്പൊടിയിലും ഗോതമ്പൊടിയിലും മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ പലരും ഡോക്ടർ ലളിത പോലെയുള്ള പലരും ഞങ്ങൾക്ക് സജഷൻ പറഞ്ഞു തന്നത് മീൽസിനകത്ത് നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ള ഐഡിയാസ് പറഞ്ഞു തന്നാണ് ഞങ്ങൾ യൂസേഴ്സിൽ നിന്നാണ് ഞങ്ങളിത് പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ ശ്രീ ജോൺസൺ വർഷങ്ങളായിട്ട് ചക്കപ്പൊടി കഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹം എന്നെ 2017 ഞങ്ങൾ ചക്കപ്പൊടി മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. ആ സെപ്റ്റംബറിൽ ഓണത്തിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചക്കപ്പൊടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ചക്കപ്പൊടി ഉടനെ കടയിൽ എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഓണത്തിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ചക്കപ്പൊടി ഒരാഴ്ച കിട്ടാതായപ്പോഴത്തേക്കും ഇത്ര വിഷമത്തിൽ തന്നെ വിളിച്ചു ചോദിച്ചു. പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രമേഹരോഗി, എൻ്റെ പ്രശ്നം എനിക്ക് 1.5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യണം, ഇടയ്ക്ക് രാത്രി എണീറ്റ് ബാത്റൂമിൽ പോകണം. അപ്പോൾ ഈ ചക്കപ്പൊടി കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ആൾക്ക് 4 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ചക്കപ്പൊടി ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ജോൺസന് പിന്നീട് എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞു തന്നു അദ്ദേഹം കഴിക്കുന്നത് എങ്ങനെയാണെന്ന്. പ്രത്യേകിച്ച് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് അദ്ദേഹം ഫുഡ് ഓർഡർ ചെയ്യുവാണ്. അപ്പോൾ വീട്ടിലാൾ വരുന്നില്ല, ഫുഡ് ഓർഡർ ചെയ്യുവാണ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതിനകത്ത് എങ്ങനെ ചക്കപ്പൊടി ചേർക്കും എന്നുള്ള ജോൺസന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഞാൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പേര് KJ ജോൺസൺ. ഞാനൊരു സീനിയർ സിറ്റിസനാണ്. ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഒരു ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ 2018 മുതൽ ജാക്ക് ഫ്രൂട്ട് 365 എന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ജാക്ക് ഫ്രൂട്ട് 365 എന്നെ വളരെയധികം സഹായിച്ചു. ആദ്യമായിട്ട് ഇത് കമ്പനി സജസ്റ്റ് ചെയ്ത പോലെ ഒരു സപ്ലിമെൻ്ററി ഐറ്റമായിട്ട് ഉപയോഗിച്ചെങ്കിലും ഈയിടെയായിട്ട് ഞാനിത് ഓയിലി ഫുഡിലും ഓയിലി കറീസിലും ഉപയോഗിക്കുന്നുണ്ട്. അത് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണ അതുപോലുള്ള എഡിബിൾ ഓയിലിൻ്റെ കൂടുതലുള്ള കണ്ടൻറ്റ് ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പ്രോഡക്റ്റിൽ വളരെയധികം സന്തോഷനാണ്. ഞാൻ എല്ലാ ആശംസകളും. താങ്ക് യു മിസ്റ്റർ ജോൺസൺ. അപ്പോൾ ഇത് ജോൺസനാണ് ഇങ്ങനെ എണ്ണ കൂടുതലുള്ള കറികളിൽ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും ആ എണ്ണയുടെ ആ ഒരു ഫാറ്റിൻ്റെ ഇത് നമുക്ക് കുറഞ്ഞു കിട്ടുന്നു എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്ന്. പിന്നെ കറികളിൽ എങ്ങനെ ചക്കപ്പൊടി ചേർക്കാൻ പറ്റുമെന്നുള്ളത് ഇത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വീതം ഒരു ടേബിൾ സ്പൂണിൽ 1/2 ടേബിൾ സ്പൂൺ വീതം 2 കറികളിൽ നമുക്ക് ചേർത്ത് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് നാജിയോട് ചോദിക്കാം. നാജിയ. നമ്മൾ കണ്ടത് ഡ്രിങ്ക്സിൽ എങ്ങനെ ജാക്ക് ഫ്രൂട്ട് 365 ആഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ്. അടുത്തത് നമ്മൾ കറികളിൽ എങ്ങനെ ഇത് ആഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 എടുത്തിട്ട് പകുതിയാക്കി അവിയൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അവിയലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവിയലിന്റെ തനതായ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. ടേസ്റ്റിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി പരിപ്പ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
പരിപ്പ് കറി നല്ല തിക്കായിട്ടുണ്ട്. നല്ല തിക്കായി നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പരിപ്പ് കറി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒരു ന്യൂട്രൽ ടേസ്റ്റ് തന്നെയാണ്, വേറെ ടേസ്റ്റിന് വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഓംലെറ്റ്. അതിൽ പച്ചച്ചക്കപ്പൊടി ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലൽപ്പം ചോപ്പ് ചെയ്ത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓംലെറ്റിൽ ചക്കപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അല്പം സാമ്പാറിനും കൂടെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ആണ് സാമ്പാറിൽ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ സാമ്പാറിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു മീൽ കംപ്ലീറ്റ് ആയി. പ്രോട്ടീൻ ഉണ്ട്, ആവശ്യത്തിന് ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്. പച്ചച്ചക്കപ്പൊടി ചേർത്ത ഓംലെറ്റ് സാമ്പാർ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓംലെറ്റ് നല്ല തിക്കാണ്, നല്ല വേറൊരു ഫ്ലേവറും ഇല്ല. കറക്റ്റ് ഓംലെറ്റിൻ്റെ ന്യൂട്രൽ ടേസ്റ്റ് തന്നെയാണ്. അടുത്ത സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പാർ നല്ല തിക്കായിട്ടുണ്ട്. എരിവൊക്കെ കുറഞ്ഞ കറക്റ്റ് സാമ്പാറിന്റെ തന്നെ ടേസ്റ്റ്, തനതായ ടേസ്റ്റ് തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ അവിയലില് ജാക്ക് ഫ്രൂട്ട് 365 ഇടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നമുക്ക് മീൻകറിയിലും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മതിയാവും. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്ത് ഹാഫ് ഓരോന്നിലും ഇടാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് കറിയുടെ കൺസിസ്റ്റൻസിക്ക് തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. കളറിനൊന്നും വേരിയേഷൻ വരാതെ തന്നെ നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ കണ്ടന്റ് ഉള്ള നമ്മുടെ ചക്കപ്പൊടി എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു കംപ്ലീറ്റ് മീലായി. ഇത് കഴിക്കുമ്പോൾ വയറ് നിറയും, ആവശ്യത്തിന് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അവിയൽ നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫിഷ് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫിഷ് കറീൻ്റെ കളറ് കാണുന്ന പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിലും വേരിയേഷനൊന്നും വന്നിട്ടില്ല. അതിൻ്റെ നല്ല കറക്റ്റ് രുചി തന്നെ ഉണ്ട്. ഫിഷ് കറിയുടെ ഓയിൽനെസ് ഒക്കെ ഒന്ന് മാറി കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയുമാണ്. നമ്മളിപ്പോൾ പലതരം ഡിഷിലും ഡ്രിങ്ക്സിലും ജാക്ക് ഫ്രൂട്ട് 365 ആഡ് ചെയ്ത് നോക്കി. ടെക്സ്ചർ നല്ല തിക്കാവുകയും നല്ല റിച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 365 ഡേയ്സും ഇത് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓവർ ടു ജെയിംസ് സാർ. താങ്ക് യു നാജിയ. വളരെ അപ്പീലിംഗ് ആണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് നാജിയ കാണിച്ചത് നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം, എന്നാൽ വയറ് നിറയുകയും ചെയ്യും. അതാണ് ചക്കപ്പൊടി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. നമുക്ക് വിശക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചക്കപ്പൊടി കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് പെട്ടെന്ന് നിൽക്കുന്നത്? ഇതിനകത്തുള്ള വെള്ളത്തിലലിയുന്ന നാര് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആമാശയത്തിൽ ചെല്ലുമ്പോഴത്തേക്കും വെള്ളവുമായിട്ട് ചേർന്നൊരു ജെല്ലായിട്ട് മാറും. അപ്പോൾ ആമാശയത്തിൽ കൂടുതൽ സമയം കിടക്കും. അപ്പോൾ നമുക്കതുകൊണ്ട് പെട്ടെന്ന് ആമാശയത്തിന് എംറ്റി ആകത്തില്ല, അതുകൊണ്ട് വിശക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു കുറവ് സംഭവിക്കും. അതിൽ നിന്നാണ് നമ്മുടെ ഈ ഷുഗറിൻ്റെ കൺട്രോളായി വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിനി ഒരാളുടെ എക്സ്പീരിയൻസോടെ നമുക്ക് കേട്ടതിന് ശേഷം, അതായത് പ്രൊഫസർ ഉമ്മൻ വി ഉമ്മൻ
എൻ്റെ കൂട്ടത്തിൽ ഒരു TV ചാനലിൽ ഡോക്ടർ ലളിത അപ്പുക്കുട്ടനും സൂസനീപ്പിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലിൽ ആണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ചാനൽ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ജെയിംസ്, ഞാൻ ഈ ചക്ക കഴിച്ച് വളർന്നയാളാണ്, വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്നു, ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എന്നിട്ട് ശരിയാവുകയാണ് ഞാൻ ജെയിംസിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ചാനൽ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയ വഴിക്ക് ശ്രീകാര്യത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ജാക്ക് ഫ്രൂട്ട് പച്ചക്കപ്പൊടി മേടിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം മുതൽ കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ 7 മാസം അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ചക്ക നമ്മുടെ പൂർവികന്മാർ മുതൽ നമ്മൾ വരെ കാലാകാലങ്ങളിലായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഹാരമാണ്. എന്നാൽ ചക്കയിൽ ഔഷധ ഗുണം ഉണ്ട്, ധാരാളമായിട്ടുണ്ട് എന്ന് ഈ അടുത്ത സമയത്താണ് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഔഷധ ഗുണമുണ്ടെങ്കിലും എല്ലാ സമയത്തും ചക്ക ലഭ്യമാകാത്തത് കൊണ്ട് ചക്ക ഇല്ലാത്ത സമയത്തും ചക്ക ലഭ്യമാക്കുവാൻ വേണ്ടി ജാക്ക് ഫ്രൂട്ട് 365 എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോരുത്തർക്കും എത്തിക്കുവാനായിട്ട് ശ്രീ ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഉദ്യമം നടത്തി. ഈ ചക്കപ്പൊടി കഴിക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ ഈ ചക്കപ്പൊടി എന്നും വൈകിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം തിളപ്പിച്ച വെള്ളത്തിലിട്ട്, അതായത് വെള്ളത്തിൽ അല്പം തുളസി ഇലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച് തെർമോസ് ഫ്ലാസ്കിൽ വെച്ചേക്കും. ഇടയ്ക്കിടയ്ക്ക് അല്പം കുടിക്കും. എന്നാൽ വൈകിട്ടാകുമ്പോൾ ഒരു കപ്പിനകത്ത് ഇതെടുത്ത് ചക്കപ്പൊടി എന്നും വൈകിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 7 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉപയോഗിച്ചു വരുന്ന ഇൻസുലിൻ്റെ അളവ് കുറേയൊക്കെ കുറയ്ക്കുവാൻ സാധിച്ചു. കൂടാതെ ഈ പ്രമേഹത്തിൻ്റെ അടയാളമായ HbA1c 8-ൽ നിന്ന് 6.8 കുറയുവാനും സാധിച്ചു. അതുകൊണ്ട് ഈ അടുത്തയിടെ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളെ കൂടാതെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ ചക്ക പ്രമേഹത്തിന് പ്രയോജനം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ ഈ വർഷം ആദ്യം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ എറണാകുളത്തുള്ള ഒരു ക്യാൻസർ ഓങ്കോളജിസ്റ്റ് പറയുകയുണ്ടായി, ചക്കപ്പൊടി കഴിച്ചു കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സർജറി പേഷ്യൻസിന് സൈഡ് ഇഫക്ട്സ് ഒക്കെ വളരെ കുറഞ്ഞു. അതുകൊണ്ട് ഔഷധ ഗുണമുള്ള ഈ ചക്ക നമ്മൾ വളരെ മൂല്യമായിട്ട് കണക്കാക്കി ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ നമ്മുടെ പ്രമേഹവും മറ്റുള്ള അസുഖങ്ങളും ഒരളവ് വരെ കുറയാൻ സാധിക്കും. കൂടാതെ ഇതൊരു ഔഷധമല്ല, ഇതൊരു ആഹാരമാണ്. 2500 വർഷം മുമ്പ് മോഡേൺ മെഡിസിൻ്റെ പിതാവായ ഹിപ്പോക്രറ്റ്സ് അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹം പറഞ്ഞു, ആഹാരം നിങ്ങളുടെ മരുന്നായിരിക്കട്ടെ, മരുന്ന് നിങ്ങളുടെ ആഹാരവും. അതാണ് നമ്മളിൽ കൂടി പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മൂല്യസമ്പത്തായ ചക്ക, കേരളത്തിൽ മാത്രമല്ല ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ ഉണ്ട്, ചക്ക ഔഷധ ഗുണമുള്ള ഒരു ആഹാരമായി പ്രചരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ ജെയിംസ് ജോസഫിനെയും ഇതിൻ്റെ നിർമ്മാതാക്കളെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. താങ്ക് യു പ്രൊഫസർ ഉമ്മൻ. ഒരു ടീച്ചറാണ്, പ്രൊഫസറാണ് അദ്ദേഹം. അത് നമ്മളെ സ്വയം പരീക്ഷിച്ചിട്ട് എക്സ്പീരിയൻസ് നമുക്ക് പഠിപ്പിച്ചു തരുവാണ്. ഇതോടെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആദ്യം ഡോക്ടർ ലളിത അപ്പുക്കുട്ടനെ വിളിക്കുകയാണ്. ഡോക്ടർ ലളിത, നിങ്ങൾക്ക് ഒരു ആശയം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓൺലൈൻ വരുന്ന ക്വസ്റ്റ്യൻസ്, പ്ലീസ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുക. രഞ്ജി അത് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് പറഞ്ഞുതരും. ഓക്കെ, ഡോക്ടർ ലളിത. ഹലോ, അതെ, ക്ലിയർ ആണ് ഡോക്ടർ ലളിത, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. എല്ലാവർക്കും കേൾക്കാം. ഡോക്ടർ ഒന്ന് ഡോക്ടറുടെ ഒരു ഇനീഷ്യൽ ഒരു പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഹലോ, Q&A സെഷനിലേക്ക് നേരിട്ട് പോവാണോ അതോ ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും വേണോ? Q&A സെഷനിലേക്ക് പോവാം. ഓക്കെ, രഞ്ജിയാണ് ക്വസ്റ്റ്യൻസ്. മാഡം കേൾക്കാവോ? കേൾക്കാം. മാഡം, ഇവിടെ ആളുകൾ കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? സാധാരണ ഒരു കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്.
അതിന് തന്നെ ആദ്യം ഒന്ന് മറുപടി പഞ്ചസാര പറഞ്ഞു പോവാം. പഞ്ചസാര ഉപയോഗിക്കാമെന്നാണോ ചോദിച്ചത്? അല്ല, ചില ആളുകള് ചിലർക്ക് ഷുഗർ കൂടുന്നതായിട്ട് തോന്നുന്നു ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഉള്ള ഉത്തരം പറഞ്ഞാല് അവർ ആനുപാതികമായിട്ട് അവരുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാർബോഹൈഡ്രേറ്റ് അളവ് കുറയണം. ഇപ്പൊ പലരും വിചാരിക്കുന്നത് ചക്കപ്പൊടി കഴിക്കുന്നത് കൊണ്ട് ഷുഗർ ലെവല് താങ്ങുമ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെ ചക്കപ്പൊടിക്കകത്തുള്ള ഫൈബർ കണ്ടന്റ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് ഏത് സമയം കഴിച്ചാലും അതിന് എഫക്റ്റീവ്നെസ് വരും. മലയാളികൾ എന്തുകൊണ്ട് ഈ പ്രമേഹത്തിന്റെ തലസ്ഥാനമായി നമ്മളുടെ ഈ കേരളം, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കയിൽ നിന്നും തേങ്ങയിൽ നിന്നും മാറി സഞ്ചരിച്ചതാണ്. അതിന് യാതൊരു സംശയമില്ല. കാരണം ചക്കയും തേങ്ങയും നാരുകളുടെ കലവറയാണ്. ഇവയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ വളരെ എക്സോട്ടിക് ആയിട്ടുള്ളത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അതൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം വേവിച്ച് കഴിക്കുകയാണ്. വേവിച്ച് കഴിക്കുമ്പോൾ ഈ ഫൈബറിന്റെ അളവ് താരതമ്യേന കുറയും. അപ്പൊ അതിന് ശരിക്കൊരു മാർഗമാണ്, അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ഈ ചക്കപ്പൊടി. ചക്കപ്പൊടി എന്ന് പറയുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് അത് പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഫൈബർ കണ്ടന്റ് ഒട്ടുമേ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ദൈനംദിന ഭക്ഷണത്തിൽ കുറേശ്ശെ ചേർക്കുമ്പോൾ ആനുപാതികമായിട്ട് നിങ്ങൾ ഈ അരിയാഹാരം കുറയ്ക്കും. അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഗോതമ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന വളരെയധികം എന്താ പറയാ ഗ്ലൂട്ടൻ കണ്ടന്റ് നമ്മളുടെ പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ സെൽസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ഒരു ഗവേഷണ പ്രബന്ധം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗോതമ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം നമുക്ക്, അതുപോലെ തന്നെ പലപ്പോഴും എല്ലാവർക്കും ഈ സാലഡ് കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കേരളീയരുടെ പ്രധാന പ്രശ്നം അത് തന്നെയാണ്. സാലഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്ന എന്തുകൊണ്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നാരുകളും വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ കിട്ടാനാണ്. പക്ഷെ അത് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് ഏറ്റവും വലിയ ഒരു മാർഗമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. കാരണം കേരളീയർക്ക് ഇത് സാലഡ് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ശരീരത്തിൽ ഈ ഫൈബർ വേണം താനും. എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും കൺട്രോൾ ചെയ്യാൻ തീർച്ചയായും അത്യാവശ്യമായ ഒരു ഘടകമാണ് നാരുകൾ. നാരുകൾ വെള്ളത്തിലലിയാത്തതുമായ നാരുകൾ ചക്കയിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു സാലഡിന് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കഴിക്കുന്ന അരിയാഹാരത്തിന്റെ ഒരു ഹാഫായിട്ട് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വയറ് നിറയില്ല എന്ന്. വയറ് നിറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈബർ. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂയിങ് തെറാപ്പി ഉണ്ട്. അത് ഓരോ നേരവും ഓരോ പ്രാവശ്യത്തെ ഭക്ഷണവും എവരി ബൈറ്റ് ഷുഡ് ബി ചൂ മോർ ദാൻ 30 times എന്ന് ഞാൻ എപ്പോഴും ഇരുന്ന് ചാനലിൽ പറയാറുണ്ട്. കാരണം മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ് വേണ്ടത്. ഡ്രിങ്ക് യുവർ ഫുഡ് ആൻഡ് ചൂ യുവർ ഡ്രിങ്ക്. നന്നായിട്ട് ഭക്ഷണം ചവച്ച് വെള്ളം പോലെ ആക്കി കഴിക്കുക. പകുതി ഡൈജഷൻ വായിക്കാത്തതാണ്. അപ്പൊ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ സെന്റർ സാറ്റിസ്ഫൈഡ് ആവുകയും വയറ് നിറയുകയും ചെയ്യും. വളരെ ഫാസ്റ്റായിട്ട് വയറ് നിറയും. അതിനോടൊപ്പം ഈ ഫൈബർ കണ്ടന്റ് കൂടെ ആവുമ്പോഴോ വളരെ എഫക്റ്റീവ് ആവും. നിങ്ങളിപ്പോ കഴിക്കുന്നത് അതാണ് ചെയ്യാനുള്ളത്. പഞ്ചസാര കൂടുതലെന്ന് പറയുന്നത് ചക്കപ്പൊടിയുടെ ദോഷമല്ല, നിങ്ങളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ കൂടുതലാണ്. ഇത് സാധാരണ ചക്കപ്പുഴുക്ക് കഴിക്കുന്ന ഞാൻ എടുത്തു പറയാം. നമ്മൾ ചക്ക സീസണിലായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചക്കപ്പുഴുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി കാലം കൂടി കഴിക്കുന്നുണ്ട്. നമ്മൾ വളരെയധികം ക്വാണ്ടിറ്റി കഴിക്കും. അപ്പൊ അത് അളവ് ഒത്തിരി കൂടി പോകുന്നതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം ഷുഗർ കൂടുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ചോറിന്റെ അതേ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയാനേ പറ്റൂ, കൂടാൻ സാധിക്കില്ല അതേ അളവിൽ. കാരണം കാർബോഹൈഡ്രേറ്റ് ഇത്രയും കുറവാണ്. ഓക്കെ, ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നേരമെങ്കിലും സീസണിൽ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ സ്വമേധയാ ഇതിന്റെ അളവ് കുറഞ്ഞു വരും. കാരണം ഇത്രയും നാരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിളെ പറയുവാണെങ്കിൽ ബിരിയാണി ശരിക്ക് എന്റെ അഭിപ്രായത്തില് ഈ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത്, ഇപ്പൊ ഇവര് ചക്കപ്പൊടിയുടെ കാര്യമല്ല, ചക്കപ്പുഴുക്കാണെങ്കിൽ ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ അതിനോടൊപ്പം മീനോ അല്ലെങ്കിൽ മറ്റുള്ള കറികളോ കഴിച്ചിട്ട് ചോറിന്റെ അളവ് താരതമ്യേന കുറച്ചാൽ മതി. ചോറ് കഴിക്കേണ്ട കാര്യമേ ഇല്ല. ചക്കപ്പുഴുക്കുള്ളപ്പോൾ ചോറ് കഴിക്കേണ്ട കാര്യമേ ഇല്ല. അത് മാത്രമല്ല ഒരു സ്പൂൺ കഴിക്കാം. ചോറിന്റെ അത്രേ കഴിക്കാവുള്ളൂ. സാധാരണ ചോറ് കഴിക്കുന്ന അത്രേ കഴിക്കാവുള്ളൂ. പിന്നെ ഇത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നും കഴിക്കുക. ഇപ്പൊ ബിരിയാണി വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഒത്തിരി കഴിക്കുവാണെങ്കിൽ എന്നും കഴിക്കുവാണെങ്കിൽ കുറച്ചല്ലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സ്വമേധയെ അത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മാഡം, അടുത്ത ക്വസ്റ്റ്യൻ ധാരാളം പേര് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. പ്രമേഹമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ കുട്ടികൾ ഈ ജാക്ക് ഫ്രൂട്ട് 365 കഴിക്കുന്നത് നല്ലതാണോ? അത് പഞ്ചസാരയുടെ അളവ് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കുറയുമോ എന്നൊരു ചോദ്യമുണ്ട്. പ്രമേഹമില്ല,
ഞാനൊരു കാര്യം പറയാം. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, കേരളീയർ എന്തുകൊണ്ട് കേരളം ഡയബറ്റിക് ക്യാപിറ്റല്, നമ്മളുടെ ഭക്ഷണത്തിന്റെ അപാകത തന്നെയാണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ തന്നെയും ഈ ചക്കപ്പൊടി ശരിക്കും പറഞ്ഞാൽ അവരുടെ മോര് വെള്ളത്തിലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിലോ ലേശം വീതം കലക്കി കൊടുക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് ഫൈബർ കിട്ടാൻ എളുപ്പമുള്ള മാർഗമാണ്. ഒരു തകരാറുമില്ല. അതുകൊണ്ട് അവർക്ക് ഷുഗർ കുറയുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് അവരുടെ അല്ലാതുള്ള ഭക്ഷണത്തിനകത്ത് നന്നായിട്ടുണ്ടല്ലോ കാർബോഹൈഡ്രേറ്റ്. പക്ഷേ ഈ ഫൈബർ ഇല്ല. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ പോലും ഫൈബർ ഇല്ല. ഫൈബർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ടോമിക് മെറ്റബോളിസം ഇൻ യുവർ ബോഡി. എന്താണെങ്കിലും മാക്രോ ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തിന്റെ അഭാവം കേരളീയരുടെ ഭക്ഷണത്തിലുണ്ട് എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. അതിനുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മളുടെ ചക്കപ്പൊടി. അതിന് യാതൊരു സംശയമില്ല. ഇത് കിട്ടാനായിട്ട് ഒരു മാർഗമില്ല. ഡോക്ടർ, ഞാൻ നാടിയുമാണ്. ചക്കപ്പൊടി ആരുടെയും ഷുഗർ കുറയ്ക്കില്ല. ഓക്കെ, ചക്ക ഒരു മരുന്നല്ല, ഇതൊരു ഭക്ഷണമാണ്. അത് ചോറിന്റെ അല്ലെങ്കിൽ അരിയുടെയോ ഗോതമ്പ് പൊടിയുടെയോ അത്രയും ഷുഗർ കൂട്ടുന്നില്ല എന്ന് മാത്രമാണ് ഇതിന്റെ. അതുകൊണ്ട് സാധാരണക്കാരൻ കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഒരു നല്ലതാണ്. ഓക്കെ, ഇപ്പൊ ചക്കപ്പൊടി ആരുടെയും ഷുഗർ താഴെ കൊണ്ടിരില്ല. ഷുഗർ കൊണ്ടിരുന്ന എപ്പോഴും മരുന്നുള്ളപ്പം മാത്രമാണ് ഷുഗർ താന്നു പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 മാക്രോ ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ, അതായത് നമ്മളുടെ കൊഴുപ്പ്, അതായത് അന്നജം, കൊഴുപ്പ്, മാംസ്യം, ഇവ 3ന്റെയും മെറ്റബോളിസം, അതിന്റെ പ്രവർത്തനം, അകത്തുള്ള പ്രവർത്തനത്തിന് മന്ദീഭവിപ്പിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ, ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ, ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. താങ്ക് യു ഡോക്ടർ. ഇത് ഈ ഡയബറ്റീസ് ഡേ ആയിട്ട് ഞാൻ എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നമുക്കോ പ്രമേഹം ആയി നമ്മുടെ മക്കൾക്ക് പ്രമേഹം വരാതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ ആൾക്കാർ പ്രമേഹ രോഗികൾ മാത്രം ഇത് ചക്കപ്പൊടി കഴിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നീട് വീട്ടിലെല്ലാവരും കഴിക്കുന്നതാണ് അവർക്ക് വരാതിരിക്കാനായിട്ട്. അപ്പം എൻ്റെ ഈ വേൾഡ് ഡയബറ്റീസ് ഡേയുടെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യുക ആദ്യം, അതിനുശേഷം മറ്റുള്ളവർക്ക് വരാതിരിക്കാനായിട്ടുള്ള മാർഗമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. മാഡം, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, ജാക്ക് ഫ്രൂട്ട് 365 പൊടി ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ഇൻക്രീസ്, അത് പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിന്റെ ലെവലും നമ്മുടെ ശരീരത്തിൽ കൂട്ടില്ലേ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഡോക്ടർ, ഞാനത് പറയാം. ഞാനത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷണത്തിൽ നമ്മൾ കണ്ടിരുന്നു, അതായത് ചക്കപ്പൊടി ചേർക്കുമ്പം അതേ അളവിൽ അരിപ്പൊടിയുടെയും ഗോതമ്പൊടിയുടെ അളവ് കുറയുമ്പോഴാണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ 3 ഇഡ്ഡലി കഴിക്കുന്നയാൾ അതിനകത്ത് നമ്മൾ ചക്കപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ആ 1 സ്പൂൺ ചക്കപ്പൊടിയുടെ അതേ അളവിലുള്ള അരിപ്പൊടിയുടെ അളവ് കുറയുന്നു. ചപ്പാത്തിക്കകത്താണെങ്കിൽ നമ്മൾ 3 ചപ്പാത്തി കഴിക്കുന്നയാൾ ചക്കപ്പൊടി ആദ്യം ചേർത്തതിന് ശേഷം ബാലൻസ് ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴത്തേക്കും ആ 3 ചപ്പാത്തിയിൽ 1 സ്പൂൺ ഗോതമ്പ് പൊടിയുടെ അളവ് കുറഞ്ഞു. അപ്പോൾ അതേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കുറയുമ്പോഴാണ് ഈ വ്യത്യാസം കാണുന്നത്. അതായത് നമ്മളിത് അധികമല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തെ കഴിഞ്ഞും അധികമായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും റീപ്ലേസ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്, കൂടുമല്ല. അടുത്തൊരു ചോദ്യം സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് ഒരു കുടുംബത്തിലെ 4 പേർക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുഴയ്ക്കുന്നത് 4 പേർക്ക് ഒരുമിച്ചാണ്. അപ്പോ എനിക്കായിട്ട് ഷുഗർ ഉള്ള ഒരാള് വീട്ടിലുണ്ടെങ്കിൽ അയാൾക്കായിട്ട് മാത്രം അതെങ്ങനെ മിക്സ് ചെയ്യാം, അത് എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് എത്ര അളവിൽ അത് മിക്സ് ചെയ്യാം, അതൊരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യമാണ്. ഡോക്ടർ, ഞാനത് പറയാം. അതായത് സാധാരണ ചപ്പാത്തിയും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രമേഹ രോഗിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ഡോക്ടർ? ഞാൻ അതിന്റെ റെസ്പോൺസ് ഞാൻ കൊടുക്കാം. അപ്പൊ അത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പ്രമേഹ രോഗിക്കുള്ളത് മാത്രം എടുത്ത് മാറ്റി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് അവർക്കുള്ള ഭക്ഷണത്തിൽ നമ്മൾ 1 സ്പൂൺ, പ്രമേഹ രോഗിക്ക് 1 സ്പൂൺ കിട്ടണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ ഭക്ഷണത്തിലും ഓരോ സ്പൂൺ വീതം ചേർക്കുകയാണ് അതിന്റെ ശരി. ഓക്കെ, ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഒരു സ്ഥിരമായി നമ്മളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. അതായത്
ശരിയായ ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം ജീവിത ശൈലിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈവൻ ഫ്രം ചൈൽഡ്ഹുഡ് കുട്ടികൾ പോലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭാവി ഇപ്പോൾ ഈ നേരത്തെയൊക്കെ 40 വയസ്സിൽ പ്രമേഹം കണ്ടത് ഇപ്പോൾ 10 വയസ്സിലും 5 വയസ്സിലും കാണുന്ന പരിതാപകരമായ അവസ്ഥയാണ്. ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾ യങ് ഡയബറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ 5 തരമാണ് ഇപ്പൊ ആഡ് മോദി മെച്ചൂരിറ്റി ഓൺവേജ്, അതുപോലെ തന്നെ ജുവനൈൽ ഡയബറ്റിക്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെ ചേർത്ത് നിർത്താൻ ആഹാരത്തിലൂടെ വ്യായാമത്തിലൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന 2 വിഭാഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡയബറ്റീസ്. അത് 2 തരമാണ്. ഒരു 13 വയസ്സിനകത്തുള്ള ഓട്ടോഇമ്യൂൺ ഡയബറ്റീസ്, മൂന്നാമതുള്ളത് മെച്ചൂരിറ്റി ഓൺവേജ് ഡയബറ്റീസ്. അത് യൂഷ്വലി ഒരു 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒക്കെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എത്രയോ പേഷ്യൻസിന് ഇൻസുലിൻ വരെ മാറ്റിയിരിക്കുന്നു, വളരെയധികം പേഷ്യൻസിന്. അത് എന്നെ സഹായിക്കുന്നത് ആഹാരക്രമം തന്നെയാണ്. ചക്കപ്പൊടിക്ക് ഒരു വലിയ ഒരു റോൾ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായും ഒരു പ്രിവെന്റീവ് ആസ്പെക്ടില് വീട്ടിലെല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും നാരികൾ ഭക്ഷണം കഴിക്കാത്ത ഒരു ഫാമിലിയാണ് എടുത്തു പറയുന്നത്. ഓക്കെ മാഡം, അടുത്തൊരു ചോദ്യം. ജാക്ക് ഫ്രൂട്ട് 365 മാവ് ചേർക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ അസ്വസ്ഥത ഉണ്ടാകാൻ ഇടയുണ്ടോ? അതുപോലെ തന്നെ അതിനോട് ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യനും കൂടെ, അത് ഈ മാവ് വെള്ളത്തിൽ കലർത്തി കുടിക്കാൻ കഴിയുമോ? ഈ 2 ചോദ്യം. വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് നമുക്കൊരു ബ്ലാക്ക് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നാരങ്ങ വെള്ളം ഞാൻ ആക്ച്വലി പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നാരങ്ങ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറയും. അതിന് ആനുപാതികമായിട്ട് ഒരു ശരീരത്തെ മാറ്റാനും പറയും. അതോടൊപ്പം തന്നെ വൈകിട്ട് കിടക്കുന്ന സമയം അത് ശരിക്കും ഈ ഡയബറ്റിക് പലരും ടാബ്ലറ്റ്സ് എടുക്കുന്നവർക്ക് രാത്രി എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ഷുഗർ കുറയുന്നുണ്ട്. അങ്ങനെ ഒരു കോമയില് ലൈഫ് ലോങ് കോമയിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഈ ജാക്ക് ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ഏത് ചക്കപ്പൊടിന്റെ ആദ്യം 1 ടേബിൾ സ്പൂൺ രാത്രി നാരങ്ങ വെള്ളത്തിലോ എന്തെങ്കിലും ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ജ്യൂസിലോ അതല്ല മുജാബി ജ്യൂസിലോ കലക്കി കുടിക്കുക. പിന്നെ പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാതെ ഒരു തകരാറില്ല. പക്ഷെ ഈ ഒരു പ്രശ്നമാണ്, പലർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു കാര്യം അല്ലെങ്കിൽ ടൊമാറ്റോ എന്തെല്ലാം എന്നുള്ള വളരെ കൂടുതൽ പോഷക പ്രധാനമായ വെജിറ്റബിൾ ജ്യൂസ് അതിൽ ഏതിലെങ്കിലും ചേർത്ത് നമുക്ക് കഴിക്കാം. അതിനൊരു പ്രശ്നവും ഇല്ല. ഓക്കെ മാഡം, അടുത്ത ചോദ്യം. ഈ ഇന്ന് മുതല് ഓരോ ദിവസവും 3 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എനിക്ക് എത്ര നാളുകൾ കൊണ്ട്, എത്ര കാലം കൊണ്ട് രക്തത്തിലെ ഷുഗർ ലെവലിൽ മാറ്റം വരും? അത് നിങ്ങളുടെ ശരിയായ ഒരു ഭക്ഷണക്രമവും ജീവിതശൈലിയും തന്നെ ബേസ് ചെയ്തായിരിക്കുന്നത്. ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് 365 കഴിച്ചിട്ട് നിങ്ങൾ ഒരു 4-5 ഇഡ്ഡലി രാവിലെ കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല. ആനുപാതികമായിട്ട് അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ചോറിന്റെ അളവ് കുറയ്ക്കുക. പകരമായിട്ട് ഉപയോഗിക്കണം. എങ്ങനെ പോയാലും ഒരു 30 ഗ്രാം പെർ ഡേ നമുക്ക് അത്യാവശ്യം വേണം. അതോടൊപ്പം തന്നെ ഇതിന് പ്രോട്ടീനും നല്ല പ്രോട്ടീൻ ഇൻവേരിയബിളി 3 നേരവും അടക്കണം. അതാണ് ഞാൻ എന്റെ ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഡയറ്റ് എന്ന് പറയാം. അതിനകത്ത് രാവിലെ നാടൻ കോഴിമുട്ടയുണ്ട്, അതോടൊപ്പം വേർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, പിന്നെ ഒപ്പം ചക്കപ്പൊടി കലക്കിയ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല പ്രോട്ടീന് വേണ്ടിയിട്ട് മീനുണ്ട്, 4 കമ്പൽസറി ഉച്ചയ്ക്ക് എടുക്കാം. പിന്നെ ചോറിന്റെ വളരെ ഡെഫിനറ്റ്ലി 10 ml വെച്ച് ഗുഡ് ഫാറ്റ് അടങ്ങിയിരിക്കണം. രാത്രിയാണെങ്കിലും ഈ വെർജിൻ ഓയിൽ ഉപയോഗിക്കുക, അത് ചേർത്തിട്ടുള്ള ഭക്ഷണം പിടിക്കുക, സാലഡ്, അതുപോലെ തന്നെ ഗുഡ് പ്രോട്ടീന് വേണ്ടി ഗ്രീൻ കാർബോഹൈഡ്രേറ്റ് കുറയണം. ഡോക്ടർ, ഞാനിത് ഞങ്ങളുടെ പഠനത്തിൽ കണ്ടത് നമ്മൾ ബാക്കി അത്രയും അളവിൽ 3 ടേബിൾ സ്പൂൺ കഴിക്കുമ്പോഴത്തേക്കും അത്രയും അളവിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ കുറയുവാണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതശൈലി ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. മരുന്നും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ HbA1c കുറവ് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിന്റെ റിസൾട്ട് കാണിക്കുന്നത്. അതായത് അത്രയും അരിയും ഗോതമ്പും കുറഞ്ഞു എന്നുള്ളതാണ്. അത് ആനുപാതികമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ കുറഞ്ഞാൽ ആണ് ഈ പ്രയോജനം കാണുന്നത്. ഇല്ല, തീർച്ചയായിട്ടും അത് ഈ 90 ദിവസത്തിന്റെ കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ എന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ ഞാനിപ്പോ പറഞ്ഞില്ല അതേ രീതിയിലാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വേരിയേഷൻസ് റെസ്റ്റോറന്റ് ഡയറ്റ് പ്ലാനിലുണ്ട്. കാരണം നമ്മളിപ്പോ പലരും ആണെങ്കിൽ ഈ ചക്കപ്പൊടിയുടെ ജ്യൂസ് കുടിക്കുന്നതിനോട്
മല്ലക്ലാവ് ചേർത്ത് കഴിക്കുന്നതിനോടൊപ്പം 3-4 ഇഡലി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 90 ദിവസം കിട്ടും. പക്ഷെ എന്റെ ഡയബറ്റിസിൽ അങ്ങനെയാണ്. അതിന് പകരം നമ്മൾ മുട്ട കഴിക്കാൻ പറയും. പക്ഷെ കുറച്ച് ഇഡ്ഡലി ദോശ 1-2 അങ്ങനെയാണ് എന്റെ ഡയറ്റ് വരുന്നത്. വിത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഗുഡ് പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല ഫൈബർ, അതുപോലെ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് മതി എന്നാണ് ഒരു ഡയബറ്റിക് പേഷ്യന്റ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മാത്രം 1 month തന്നെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ആനുപാതികമായ മെഡിക്കേഷൻസിന്റെ അളവ് വളരെ ഇൻസുലിൻ തന്നെ അപ് ടു 200 യൂണിറ്റ് വരെ എടുത്ത് കളയാൻ പറ്റും. ഓക്കെ മാഡം, ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. 6 മാസത്തിലൊരിക്കൽ ഫുൾ ചെക്കപ്പ് നടത്താറുണ്ട്. ഇതുവരെ മെഡിസിൻ കഴിച്ചിട്ടില്ല, യോഗ ചെയ്യാറുണ്ട്. ഈ ജാക്ക് ഫ്രൂട്ട് 365 കഴിച്ചാൽ എത്ര നാൾ കൊണ്ട് ഈ ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ സാധിക്കും? കുറെ വർഷങ്ങളായിട്ട് ഷുഗർ ഉണ്ട് എന്നാണ് പറയുന്നത്. വർഷം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തില്ല, ഒന്നും പറയുന്നില്ല. ഒരു മരുന്നും എടുക്കുന്നില്ല. ഒരു മരുന്നും എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മരുന്നിന്റെ ആവശ്യമില്ല എന്നുള്ള മറ്റൊരു കാര്യം. നമ്മളുടെ ഒരു ജീവിതശൈലി രോഗങ്ങൾക്കും ആ മരുന്നിന്റെ ആവശ്യമില്ല. പ്രോപ്പർ ഡയറ്റ് മോഡിഫിക്കേഷൻ, ശരിയായ ഭക്ഷണ രീതി, ശരിയായ ജീവിതശൈലി, അതായത് വ്യായാമ പ്രക്രിയകൾ, ഓരോ നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നടക്കാനുള്ള ഒരു ശീലമുണ്ടാക്കുക, അത് ഏറ്റവും പ്രധാനം. പിന്നെ രാവിലെ ഒരു മോർണിംഗ് വാക്ക്, ഈവൻ മോർണിംഗ് വാക്ക്, യോഗ, മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. അതോടൊപ്പം ഞാൻ ഇപ്പം പറഞ്ഞു, ഇതിനു മുമ്പ് അടുത്ത പഴയ കോളത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ആഹാരത്തില് നല്ല പ്രോട്ടീനും നല്ല ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് ഇത് രാവിലെ നാരങ്ങ വെള്ളം, എണ്ണപ്പൊടി ഉപയോഗിക്കുക രാത്രി. ഇങ്ങനത്തെ ഒരു ഡയറ്റ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ 1 മാസം തന്നെ വേണ്ട, നന്നായിട്ട് ഷുഗർ കുറയും. പിന്നെ ഡിപ്പെൻഡ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ദ ഡിസോർഡർ. എത്രത്തോളം ഇത് ഗുരുതരമായി എന്നതിനെ ബേസ് ചെയ്ത ഒരു 500-നൊക്കെ കിടക്കുന്നവർക്കാണെങ്കിൽ സമയം വേണം, കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അപ്പൊ അതല്ല ഒരു ഓൺകോളജിക്ക് ഒരു പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു ബിലോ 200 നിൽക്കുകയാണെങ്കിൽ ഇതിനെ മാത്രം 1 വീക്ക് ഇറ്റ്സെൽഫ് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. 1 ആഴ്ച മതി. ഒരു 200 നിൽക്കുന്ന ഒരു ഫാസ്റ്റിംഗ് കുറയ്ക്കാൻ ഒരു വിഷമവും ഇല്ല. അത് എപ്പോഴും നമ്മൾ ഭക്ഷണത്തെ ബേസ് ചെയ്തിട്ടാണ് ഇൻസുലിൻ സെൻസിറ്റൈസ് ചെയ്യുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് ഇൻസുലിൻ, ഇറ്റ് ഈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ദെയർ ഹാവിങ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിന്റെ മടുപ്പ്. ഇൻസുലിൻ ഇഷ്ടംപോലെ ശരീരത്തിലുണ്ട്. ഈ ഡയബറ്റിക് പേഷ്യൻസിന്റെ ശരീരത്തിലൊക്കെ ഇഷ്ടംപോലെ ഇൻസുലിനാണ്. നിങ്ങൾ നോക്കണം, ഫാസ്റ്റിംഗ് ആയിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഡയബറ്റിക് പേഷ്യൻസ് ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് പോലും ഞാൻ ഇതൊക്കെ തെളിയിക്കുന്നത് എങ്ങനെയാണ്. 3 ദിവസം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയും. എന്നിട്ട് പോയി ഇവര് ഫാസ്റ്റിംഗ് ആയിട്ട് ഇൻസുലിൻ എടുക്കാൻ പറയും. ഇൻസുലിന്റെ തോത് നോക്കാൻ പറയും. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ഹൈ ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻസുലിൻ ഈസ് പ്രസന്റിംഗ് ബോഡി. യാതൊരു സംശയമില്ല. പക്ഷെ ഇൻസുലിൻ ആക്റ്റീവ് അല്ല. അതിനെ സെൻസിറ്റൈസ് ചെയ്യാനാണ് ഈ ഫൈബർ ബേസ് മറ്റുള്ള ഗുഡ് പ്രോട്ടീനും ഗുഡ് ഫാറ്റും ഒക്കെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഡോക്ടർ, എല്ലാവരുടെയും ഒരു അറിവിന് വേണ്ടിയിട്ടും ഞാനൊന്നൊരു കാര്യം പറയുകയാണ്. ഈ ചക്കപ്പൊടി ഒരു മരുന്നല്ല, ഒന്ന്. രണ്ടാമത്, നമ്മൾ മരുന്നിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നുള്ളത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ചക്കപ്പൊടി എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മരുന്ന് നിർത്താമെന്നുള്ളൊരു ധാരണ പാടില്ല. നമ്മുടെ ഷുഗറിന്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മൾ ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞു വേണം നമ്മൾ മരുന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനായിട്ട്. അപ്പം ഇത് ചോറും അല്ലെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം അപ്പോൾ ഈ കോളർ പറഞ്ഞ പോലെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ പകരമായിട്ട് ചക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും കാർബോഹൈഡ്രേറ്റ് കുറയുന്നതുകൊണ്ട് കൂടുതൽ കൺട്രോളിലേക്ക് വരാൻ ഉള്ള സാധ്യതകളുണ്ട്. മരുന്നിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അത് കൂടുതൽ കുറയ്ക്കുക ചെയ്യാൻ. ഡോക്ടറുടെ സൂപ്പർവിഷൻ മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. പിന്നെ ഇപ്പം പെട്ടെന്നൊരു ഷുഗർ ലെവൽ താഴ്ന്നു എന്നുള്ളൊരു അവസ്ഥ വരാതിരിക്കാനും ഇവിടെ ചക്കപ്പൊടി സഹായിക്കും എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണത്തിനോടൊപ്പം ഭക്ഷണം കഴിഞ്ഞിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നാരങ്ങ വെള്ളത്തിലോ ഏതെങ്കിലും ഒരു ജ്യൂസിനകത്തോ വെജിറ്റബിൾ ജ്യൂസിലോ ചക്കപ്പൊടി കഴിക്കാൻ പറയുന്നത്. രാവിലെയും വൈകിട്ടും അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഷുഗർ ലെവൽ ഈവൻ ഇത് ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പല പേഷ്യൻസ് ഞങ്ങൾ പറയുന്നൊരു അഭിപ്രായമാണ്, മരുന്നിന്റെ അളവ് ചക്കപ്പൊടി കഴിച്ച് മരുന്നിന്റെ അളവ് കുറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ആദ്യത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ. പെട്ടെന്ന് ഷുഗർ കുറയുന്ന, മരുന്നിന്റെ അളവ് കൂടും തോറും അതിനുള്ള സാധ്യതകൾ കൂടുവാണ്. അപ്പം
മരുന്ന് ഇതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടെ മരുന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വേറൊരു പ്രയോജനമാണ് ഹൈപ്പോഗ്ലൈസീമിയ കുറയുന്നു എന്നുള്ളത്. മാഡം നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയയുടെ ആ തോത് കുറയാൻ ഇത് സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. രാത്രിയത്തെ ഭക്ഷണമായിട്ട് ഇതൊരു നേരം കഴിച്ചാൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള തോത് കുറയും. കാരണം ഫൈബർ കണ്ടന്റ് അതിനെ വളരെ മന്ദഗതിയിൽ ഷുഗർ ലെവലിനെ നമ്മുടെ രക്തത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കും. വളരെ മന്ദഗതിയിൽ. അതാണ് വേണ്ടത്. വളരെ സഡൻ റൈസ് അല്ല വേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും സഹായിക്കുന്നതാണ് ഫൈബർ. ഫൈബർ എന്ന് പറയുന്നത് അതിനുള്ള പെക്റ്റിക് കണ്ടന്റ് സോലുബിൾ ഫൈബർ ആണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ആ ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടത്. ആനുപാതികമായിട്ട് മെഡിസിൻ കുറയണം. ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മെഡിസിൻ കുറച്ചെടുക്കാനും പറ്റും. മാഡം നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യാനുണ്ട്. പ്രേക്ഷകരുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അറിവിലേക്കായിട്ട് പറയാണ്, ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാം ഏകദേശം ഒരേ സ്വഭാവമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് നമ്മൾ അതിനെ വളരെ കട്ട് ഷോർട്ട് ചെയ്ത് ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഇനി ആൻസർ ചെയ്യാനുള്ളത്. ഒരു പേഷ്യന്റ് ചോദിച്ചിരിക്കുന്നത് 20 വർഷമായിട്ട് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്. ജാക്ക് ഫ്രൂട്ട് പൗഡറും ടാബ്ലറ്റ്സും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. 20 വർഷമായിട്ട് OHA അതായത് ടാബ്ലറ്റ് കഴിക്കുന്ന പേഷ്യന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ചക്കപ്പൊടിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുമോ, അതായത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ ഉത്തരമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതായത് തീർച്ചയായും ടാബ്ലറ്റ്സും കഴിച്ചതിനോടൊപ്പം ചക്കപ്പൊടി കഴിക്കുമ്പോൾ ആനുപാതികമായിട്ട് നിങ്ങൾ അരിയാഹാരം അതല്ലെങ്കിൽ ഗോതമ്പിനെ എടുത്ത് മാറ്റണം. കുറച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് മരുന്ന് എന്ന് കഴിച്ചോണ്ടിരിക്കണമെങ്കിൽ ഇതിന്റെ പുറകെ പോകണ്ട. മരുന്ന് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു മാർഗമാണിത്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. നിങ്ങൾ 3 നേരവും കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പേഷ്യൻസ് കേട്ട് വേണം. അതനുസരിച്ച് ഭക്ഷണം അതേ രീതിയിൽ ഫോളോ ചെയ്യുക. അതാണ് അതിന്റെ ഉത്തരം. അത് തന്നെയാണ്. പക്ഷെ രാത്രി ആനുപാതികമായിട്ട് നിങ്ങൾ അന്നജപ്രധാനമായ ഭക്ഷണം കുറയ്ക്കുന്നെങ്കിൽ, ഇപ്പൊ രാത്രിത്തെ ഭക്ഷണത്തിനോടൊപ്പം ഉള്ള ഡിന്നറിനോടൊപ്പം ഉള്ള അന്നജം കുറയ്ക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിന് പകരം ചക്കപ്പൊടി ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായും രാത്രിയത്തെ ടാബ്ലറ്റ്സിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ ഈ ചക്കപ്പൊടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. അതല്ലെങ്കിൽ അത് ചോദിക്കും ചക്കപ്പൊടിയൊക്കെ എന്താണ് എന്നൊരു ചോദ്യം തിരിച്ചും വരാം. അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഡോക്ടർ ലളിത, നമ്മുടെ ഈ വെബിനാറിലുള്ളവരെല്ലാം എറണാകുളം എന്നുള്ളവരാണ്. ഡോക്ടർ ലളിതയെ കാണണമെങ്കിൽ എങ്ങനെയാണ്? അത് ഇപ്പൊ തന്നെ വളരെ തിരക്കാണ്. എനിക്ക് അവിടെ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് ടൈം കൊടുക്കാം. അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങൾ നമ്പർ കൊടുക്കാം എല്ലാവർക്കും. ഫോൺ നമ്പർ കൊടുത്താൽ മതി. അപ്പൊ അതനുസരിച്ച് അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയാവില്ല അവർക്ക് ആ നമ്പറില്. വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. എല്ലായിടത്തും എന്റെ നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ എല്ലാവരും വന്നെന്നെ കാണണമെന്നില്ല. അത്യാവശ്യമുള്ള ഡയറക്ഷൻസ് ഞാൻ ഫോണിലൂടെ തന്നെ കൊടുക്കാം. അതെപ്പോഴും രാത്രി 8:30 ശേഷവും രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ കോളറോട് ഒരു കാര്യം പറയാണ്. നിങ്ങളുടെ ഷുഗർ കുറയുമ്പോഴാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് മരുന്ന് കുറയ്ക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഉടനെ മരുന്ന് കുറയ്ക്കരുത്. അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചക്കപ്പൊടി നിങ്ങൾ ചോറിന് പകരം അല്ല അരിപ്പൊടിക്ക് പകരം ചക്കപ്പൊടി കഴിക്കുവാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് കുറയുന്നതനുസരിച്ചാണ് മരുന്ന് കുറയ്ക്കേണ്ടത്. താങ്ക് യു മാം. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ആൻസർ പറയാൻ സാധിക്കുന്നത്, കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ സാധിക്കുന്നത് ജെയിംസ് ജോസഫിനായിരിക്കും. ചോദ്യം ഇതാണ്: കേരളത്തിൽ ജാക്ക് ഫ്രൂട്ട് 365 എവിടെ നിന്നൊക്കെ കിട്ടും? ഈ ലോക്ക്ഡൌണിന്റെ ഞങ്ങൾ ആദ്യം വലിയ സൂപ്പർ മാർക്കറ്റുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ലോക്ക്ഡൌണിന്റെ സമയത്ത് അവർക്ക് വലിയ സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലരും വിളിച്ചു ചോദിച്ചതനുസരിച്ച് ഞങ്ങൾ വീടിനടുത്തുള്ള പലചരക്കടകളിലേക്ക് 3000-ഓളം കടകളിലേക്ക് ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും അടുത്തുള്ള കട അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു SMS നമ്പർ പറയാം. അതിലേക്ക് നിങ്ങളുടെ പിൻകോഡ് നിങ്ങൾ SMS ചെയ്യുവാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള കടയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് SMS ആയിട്ട് തിരിച്ചു വരും. ആ നമ്പർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 953-90-22224. ഒന്നുകൂടെ പറയാം, 953-90-22224.
ഇതിലേക്ക് നിങ്ങളുടെ പിൻകോഡ് നിങ്ങൾ SMS ചെയ്യുവാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോപ്പിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് SMS ആയിട്ട് തന്നെ തിരിച്ചു വരും. പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്കാണെങ്കിൽ ആമസോൺ, ബിഗ് ബാസ്ക്കറ്റ് എന്നുള്ള ഓൺലൈൻ മാർഗങ്ങളിൽ കൂടെയും കിട്ടും. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഈ പ്രോഗ്രാം ഒന്ന് സമ്മപ്പ് ചെയ്യുന്നതിനായിട്ട് ജാക്ക് ഫ്രൂട്ട് 365 CEO ശ്രീ ജെയിംസ് ജോസഫിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. നമ്മുടെ സർ ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡയബറ്റീസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകതയുണ്ട്, അടുത്ത വർഷം ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ട് 100 വർഷമാകുവാണ്. അപ്പം അടുത്ത വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആനിവേഴ്സറിയാണ്. 100 ഇയർ ആനിവേഴ്സറിയാണ് ഇൻസുലിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ പലരുടെയും കേട്ടു, നമ്മൾ അഭിപ്രായം കേട്ടു, ഈ ചക്കപ്പൊടി കേരളത്തിൻ്റെ തനതായ സംസ്ഥാന ഫലമാണ്, ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്, ഇത് കഴിച്ച് ഒരു ഭക്ഷണമാണ്, ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഈ ഒരു പ്രയോജനം. ഇത് ഈ ലോകത്തെ ഏറ്റവും വലിയ സയൻറ്റിഫിക് റിസർച്ച് ബോഡിയായ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷനിൽ പോയി ഇതിൻ്റെ പഠന റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത് എന്നെ ഒത്തിരി പേര് ഇതിൽ സഹായിച്ചു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫാദർ തോമസ് ഒന്ന് ആദ്യം പറഞ്ഞു, അതിനുശേഷം ഡോക്ടർ കലാം, ഡോക്ടർ MS വലിത്താൻ, ഡോക്ടർ KC മാമൻ, കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ ഫൗണ്ടിംഗ് ഡയറക്ടർ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് കഴിക്കുന്നയാളാണ്. ഇപ്പോൾ ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ, ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ ഷൗക്കത്ത് സാഡിക്കോട്ട്, അടുത്ത പ്രസിഡന്റ് ഡോക്ടർ ബൻഷി സാബു, അതുപോലെ ഡോക്ടർ AG ഉണ്ണികൃഷ്ണൻ, ചെല്ലാനം ഡയബറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ഇവരുടെയൊക്കെ ഒത്തിരി സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ജോണി കണ്ണമ്പള്ളി, കൊച്ചിയിലെ ഡോക്ടർ ജോണി കണ്ണമ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഫാദറിന് തന്നെ ആദ്യം ജാക്ക് ഫ്രൂട്ട് ടെസ്റ്റ് കൊടുത്ത് പരീക്ഷിച്ച് നോക്കി എൻ്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഡോക്ടർ ടോം ബാബു, ഇങ്ങനെയുള്ള ഒത്തിരി പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലില്ലാത്ത ഒരാൾ സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് ഇതുപോലൊരു ശാസ്ത്രീയ പഠനത്തിൽ കൂടെ ഇതിൻ്റെ റിസൾട്ട് വ്യക്തമായി തെളിയിച്ച് നമുക്ക് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ജേണലായ ഡയബറ്റീസ് ജേണലിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. ഇന്നലെ ഞാൻ നോക്കിയപ്പം ഞങ്ങളുടെ പ്രബന്ധത്തിന് അതിൻ്റെ പോപ്പുലാരിറ്റി, അതായത് മനോരമ പോലുള്ള പത്രങ്ങൾ ഇതിന് വാർത്ത കൊടുത്തതുകൊണ്ട് ഒത്തിരി പേര് ഞങ്ങളുടെ ആ റിസൾട്ട് വന്ന് വായിച്ച് നോക്കിയതുകൊണ്ട് ഞാൻ ഇന്ന് നോക്കിയ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ പ്രബന്ധം അവതരിപ്പിച്ചതിന് 6 ആഴ്ച മുമ്പും 6 ആഴ്ച ശേഷവുമുള്ള പ്രബന്ധങ്ങളുടെ എല്ലാം പോപ്പുലാരിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ ഡയബറ്റീസ് ജേണൽ പബ്ലിഷ് ചെയ്തതിൽ നമ്പർ 1 ആണ് നമ്മുടെ ചക്കപ്പൊടിയെ പറ്റിയുള്ള പ്രബന്ധത്തിന് കിട്ടിയിരിക്കുന്നത്. അത് നമ്പർ 1 റാങ്കിങ് ആണ്. അതുപോലെ തന്നെ ഡയബറ്റീസ് ജേണലിലുള്ള 8000 പ്രബന്ധങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളും എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ പോപ്പുലാരിറ്റി, അതായത് അതിന് ആൾക്കാർ വായിച്ചതും വാർത്തകൾ വന്നതും ഡിസ്കസ് ചെയ്തതും വെച്ച് നോക്കുവാണെങ്കിൽ 54ാമത്തെ റാങ്കാണ്. അതായത് 99% പേപ്പറുകളെയും കടന്ന് മുമ്പിൽ ഈ ചക്കപ്പൊടിയെ പറ്റിയുള്ള പ്രബന്ധം അവിടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. എനിക്ക് വേൾഡ് ഡയബറ്റീസ് ഡേയിൽ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 500ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ, അടുത്ത വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേക്ക് ഞങ്ങൾ മനോരമയായിട്ട് ഇങ്ങനെ ഒരു സെമിനാർ നടത്തുമ്പം നിങ്ങളൊരു 100 പേരെങ്കിലും ഇത് പരീക്ഷിച്ച് ഇൻസുലിൻ പോലെ ഉള്ള ഒരു കണ്ടുപിടുത്തമാണ് മലയാളികൾക്ക് ഈ ചക്കപ്പൊടി എന്ന് 100 പേരുടെ ഒരു ടെസ്റ്റിമോണിയൽ ഞങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് തന്നെ വളരെ വലിയൊരു പ്രയോജനമാണ്. കാരണം പ്രമേഹ രോഗികൾ അത്രയുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് മാത്രമല്ല, നമുക്ക് ലോകത്ത് മുഴുവൻ നമ്മുടെ ചക്കയ്ക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വെബിനാർ അതിൻ്റെ ആർക്കൈവ് സെഷൻ ഇവിടെ കാണും. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾ സ്വയം പരീക്ഷിക്കുക, അതിനുശേഷം ഡോക്ടർ ഉമ്മൻ പരീക്ഷിച്ച പോലെ നിങ്ങൾ പരീക്ഷിക്കുക, അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അടുത്ത തലമുറയ്ക്ക് ഇത് വരാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളിലായിട്ട് ഇത് സഹായിക്കുക. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് മനോരമയ്ക്കും എൻ്റെ എല്ലാവിധ നന്ദികളും തന്നുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.